ശ്രീയേശുനായക മേരെ തനുജനം ശ്രീയേശുനായക മാരി പോൽ പെയ്യുവാൻ ആശീർവാദം ദൈവം മാരി പോൽ പെയ്യുവാൻ ആശീർവാദം ദൈവം വരിക എന്നേരമീത് നസറായൻ യേശുവേ വരിക എന്നേരമീത് അന്ന് കാനാവിലെ കല്യാണ വീടത് അന്ന് കാനാവിലെ കല്യാണ വീടത് ചെന്നു കുറവുകൾ നീക്കിയ പോലവൻ ചെന്നു കുറവുകൾ നീക്കിയ പോലവൻ വരിക എന്നേരമീത് നസറായൻ യേശുവേ വരിക എന്നേരമീത് ആദം ഹവ്വമാരെ ആദിയിൽ എന്നപ്പോൾ ആദം ഹവ്വമാരെ ആദിയിൽ എന്നപ്പോൾ ഈ ദമ്പതിമാരെ മോദമായി ചേർക്കുവാൻ ഈ ദമ്പതിമാരെ മോദമായി ചേർക്കുവാൻ വരിക എന്നേരമീത് നസറായൻ യേശുവേ വരിക എന്നേരമീത് മംഗളം 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 എന്നുമേ മംഗളം 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 എന്നുമേ ഞങ്ങൾ മണവാളൻ ശ്രീയേശുനാഥനെ ഞങ്ങൾ മണവാളൻ ശ്രീയേശുനാഥനെ വരിക എന്നേരമീതിൽ നസറായൻ യേശുവേ വരിക എന്നേരമീതിൽ. ആമേൻ. സ്തോത്രം സ്തോത്രം സ്തോത്രം. നമുക്കെല്ലാവർക്കും ചേർന്ന് നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ സ്തോത്രം ചെയ്യാം. സ്തോത്രം 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 സ്തോത്രം. സ്വർഗം ദൈവത്തിൻ്റെ സിംഹാസനം, ഭൂമി ദൈവത്തിൻ്റെ പാദപീഠം എന്ന വചനത്തിന് അനുസൃതമായി ഇന്ന് ഈ പ്രഭാത വേളയിൽ കർത്തൃപാദപീഠത്തിൽ ഈ ആരാധനാലയത്തിന് ഉള്ളിൽ നമുക്കേകമായി കൂടി വരുവാൻ തക്കവണ്ണം സ്വർഗം നമ്മെ സഹായിച്ചതിനെ ഓർത്ത് നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ സ്തോത്രം ചെയ്യാം. സ്തോത്രം 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 സ്തോത്രം. വിവിധ ഇടങ്ങളിൽ നിന്ന് നമ്മൾ യാത്ര പുറപ്പെട്ടതായ സമയം മുതൽ ഗമനത്തെയും ആഗമനത്തെയും പരിപാലിക്കാമെന്ന ദൈവവചനത്തിന് ഒത്തവണ്ണം ദൈവ സാന്നിധ്യം നമ്മോട് കൂടെ ഇരുന്ന് ശോഭത്തിനുമായി ഇവിടെ എത്തിച്ചേരുവാൻ സ്വർഗം സഹായിച്ചതിനെ ഓർത്ത് സ്തോത്രം ചെയ്യാം. സ്തോത്രം 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 സ്തോത്രം. സകല ചരാചരത്തിൻ്റെയും സൃഷ്ടിതാവും നിയന്ത്രിതാവുമായ സർവശക്തനായ ദൈവത്തെ നോക്കിക്കൊണ്ട് അപ്പാ പിതാവേ എന്ന് വിളിക്കുവാൻ തക്കവണ്ണം ഇത്ര വലിയ സൗഭാഗ്യം ദൈവം നമുക്ക് ദാനമായി തന്നല്ലോ. അതിനാൽ വീണ്ടും നന്ദിയോടെ സ്തോത്രം ചെയ്യാം. സ്തോത്രം സ്തോത്രം സ്തോത്രം. ഒരു പിതാവ് തന്റെ മക്കളെ സ്നേഹിക്കുന്നു. ഒരു പിതാവ് തന്റെ മക്കൾക്ക് ആവശ്യമായത് കരുതുന്നു. ആവശ്യമായ ആലോചനകൾ കൊടുത്ത് നടത്തുന്നത് പോലെ സ്വർഗീയ പിതാവ് നമ്മെ സ്നേഹിക്കുന്നു, നമുക്കായി കരുതുന്നു. നമുക്ക് ആവശ്യമായ ആലോചനകൾ തന്ന് നടത്തുന്നതിനെ ഓർത്ത് വീണ്ടും നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ സ്തോത്രം ചെയ്യാം. സ്തോത്രം 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 സ്തോത്രം. വിഭാഗ ശുശ്രൂഷ വേദിയിലേക്ക് ആഗതനായിരിക്കുന്ന നിയുക്ത വരൻ ഫെസിൻ ഫിലിപ്പിനായി സ്തോത്രം ചെയ്യാം. സ്തോത്രം 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 സ്തോത്രം. വിഭാഗ ശുശ്രൂഷ വേദിയിലേക്ക് ആഗതയായിരിക്കുന്ന നിയുക്ത വധു ബെറ്റ്സി മാത്യുവിനായി സ്തോത്രം ചെയ്യാം. സ്തോത്രം 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 സ്തോത്രം. തന്റെ മക്കൾ ഇരുവരുടെയും ജീവിതത്തിൽ
സർവശക്തനായ ദൈവം ഇന്ന് വരെ നല്ലവനായിരുന്നു, വിശ്വസ്തനായിരുന്നു. ദൈവം ബാല്യം മുതൽ അവരുടെ ആശ്രയമായി അവരോട് കൂടെ ഇരുന്നു. ശാരീരിക സൗഖ്യത്തോടെ, ആരോഗ്യത്തോടെ, ബലത്തോടെ കാത്തു സൂക്ഷിച്ചു, പരിപാലിച്ചു. ആവശ്യമായ വിദ്യാഭ്യാസം, നല്ല ജോലി ഒക്കെയും കൊടുത്ത് കർത്താവ് അവരെ അനുഗ്രഹിച്ചതിനെ ഓർത്ത് സ്തോത്രം ചെയ്യാം. സ്തോത്രം, 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 സ്തോത്രം. അതിനേക്കാൾ ഉപരിയായി കർത്താവായ യേശുക്രിസ്തുവിനെ രക്ഷിതാവായി സ്വീകരിക്കുവാൻ, വചനാനുസൃതമായ ജലസ്നാനം സ്വീകരിക്കുവാൻ, ആത്മാവിലും സത്യത്തിലും ദൈവത്തെ ആരാധിക്കുവാൻ, പ്രത്യാശയുള്ള ഒരു ജീവിതം ചെയ്യുവാൻ കർത്താവ് തന്റെ മക്കൾക്ക് കൃപ കൊടുത്തിരിക്കാൽ സ്തോത്രം ചെയ്യാം. സ്തോത്രം, 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 സ്തോത്രം. മനുഷ്യൻ ഏകനായിരിക്കുന്നതാണെന്നല്ല, ഞാൻ അവന് തക്കതായ ഒരു തുണ ഉണ്ടാക്കി കൊടുക്കും എന്ന ദൈവത്തിന്റെ വചനത്തിന് ഒത്തവണ്ണം പ്രിയ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ഈ വിഭാഗത്തെ ദൈവം മുന്നമേ കണ്ടിരുന്നു. തക്ക സമയത്ത് ദൈവം അത് വെളിപ്പെടുത്തി. കഴിഞ്ഞ ദിവസം തിരു സാന്നിധ്യത്തിൽ അത് നിശ്ചയിച്ച് ഉറപ്പിക്കുവാൻ സ്വർഗം നമ്മെ സഹായിച്ചു. ഇന്ന് വിഭാഗ സുദിനത്തിലേക്ക് കർത്താവ് നമ്മെ കൊണ്ടുവന്നതിനായി സ്തോത്രം ചെയ്യാം. ഈ വിഭാഗ ശുശ്രൂഷയെ കർത്താവ് ഭാരമേറ്റ് നടത്തുകയും അനുഗ്രഹമാക്കി തീർക്കുകയും ചെയ്യേണ്ടതിനായി സ്തോത്രം ചെയ്യാം. ഭൂമിയിൽ അക്ഷരികമായ ഒരു വിഭാഗ ശുശ്രൂഷ നടത്തപ്പെടുമ്പോൾ അതിന്റെ പിന്നിൽ ആത്മീയമായ ഒരു സത്യമുണ്ട് എന്ന ഒരു നിത്യവിഭാഗത്തെ കുറിച്ച് അത് നമ്മെ ഓർപ്പിച്ചുണർത്തുന്നു എന്ന് നമുക്ക് ഗ്രഹിക്കുവാൻ സാധ്യമായി തീരുകയാണ്. ഇന്ന് പകൽക്കാലം ഈ വിഭാഗ ശുശ്രൂഷയിലൂടെ ആ നിത്യവിഭാഗത്തെ കുറിച്ച് ചിന്തിക്കുവാൻ, ആ നിത്യവിഭാഗത്തിനായി നാം ഒരുക്കപ്പെട്ടിരിക്കുന്നുവോ എന്ന് നമ്മെ തന്നെ ആരാഞ്ഞു പരിശോധിക്കുവാൻ സ്വർഗം സഹായിക്കട്ടെ. അതിനായി വേണ്ടി ചേർന്ന് സ്തോത്രം ചെയ്യാം. എല്ലാറ്റിലും ദൈവം തന്റെ നാമത്തെ മഹത്വപ്പെടുത്തേണ്ടതിനായി സ്തോത്രം ചെയ്യാം. പ്രാർത്ഥിക്കാം. ഞങ്ങളെ വാത്സല്യമായി സ്നേഹിക്കുന്ന ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, അനുഗ്രഹീതമായ നല്ല സന്ദർഭത്തിനായി ഞങ്ങൾ ദൈവത്തെ സ്തുതിക്കുന്നു. അവിടുത്തെ ഞങ്ങളുടെ ദൈവം നല്ല പിതാവ്, അവിടുത്തെ മാറാത്ത ദൈവം, അവിടുത്തെ തീരാത്ത കൃപയുടെ സകല ഐശ്വര്യങ്ങൾക്കായും ഞങ്ങൾ ദൈവത്തെ സ്തുതിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. ഞങ്ങളാകുന്നതെല്ലാം ദൈവത്തിൻ്റെ കൃപയാൽ മാത്രമാകുന്നു. ഒരിക്കൽ കൂടെ കർത്താവെ ഞങ്ങളെ ദൈവസ്നേഹികൾ താഴ്ത്തുകയാണ്. ഞങ്ങളുടെ പ്രിയ കുഞ്ഞുങ്ങളുടെ വിവാഹ സംബന്ധമായി ഇന്ന് പകൽക്കാലം അവിടുത്തെ പാദപീഠത്തിലായിരിക്കാൻ ഞങ്ങളെ ഒരുക്കിയ കൃപകൾക്കായി സ്തോത്രം. ഇരുഭാഗത്തു നിന്നും പ്രിയപ്പെട്ടവരെ എല്ലാവരെയും കർത്താവെ തക്ക സമയത്ത് അവിടുത്തെ സന്നിധിയിൽ കൊണ്ടുവന്ന കൃപയ്ക്കായി സ്തോത്രം. മനുഷ്യനേകനായി ഇരിക്കുന്നത് നന്നല്ല, ഞാനവന് തക്കതായി തുണ ഉണ്ടാക്കി കൊടുക്കുന്ന ലളിച്ചിത കർത്താവേ, ഞങ്ങളുടെ പ്രിയ കുഞ്ഞുങ്ങളുടെ ജീവിതത്തിൽ അവിടുന്ന് ചെയ്തിരിക്കുന്ന എല്ലാ നന്മകൾക്കായി സ്തോത്രം. ബിസിനെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. അവിടുത്തെ കൃപ ഇതുവരെയും കൊടുത്ത് താങ്ങി അനുഗ്രഹിച്ച കൃപകൾക്കായി സ്തോത്രം. ബിൻസിക്കായി സ്തോത്രം. കർത്താവെ, പ്രിയ പൈതലിനെ അവിടുന്ന് സ്നേഹിച്ച് കരം പിടിച്ച് നടത്തിയ പാതകൾക്കായി സ്തോത്രം. ചെയ്തിരിക്കുന്ന എല്ലാ നന്മകൾക്കായി സ്തോത്രം. ഇന്ന് പകൽക്കാലം പ്രിയ കുഞ്ഞുങ്ങൾ ഒരു കുടുംബജീവിതത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ നാഥ, അവിടുത്തെ ദിവ്യ കൃപകളും അനുഗ്രഹങ്ങളും പകർന്ന് അവരുടെ കുടുംബജീവിതത്തെ ഏറ്റവും ധന്യമാക്കി തീർക്കേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും ഒരു അനുഗ്രഹമായി തീരുവാൻ, ദൈവത്തിന് മഹത്വമായി തീരുവാൻ അവിടുന്ന് കൃപ ചെയ്യണമേ കർത്താവേ. ഇന്ന് പകൽക്കാലം ഇവിടെ നടത്തപ്പെടേണ്ട ശുശ്രൂഷകളെല്ലാം ദൈവം ഭാരമേറ്റെടുത്ത് നടത്തേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. കർത്താവെ, വിശുദ്ധന്മാരെ ശക്തീകരിക്കണമേ. അവിടുത്തെ അളവറ്റ കൃപ കൊണ്ട് നിറയ്ക്കേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. കടന്നു വന്നിരിക്കുന്ന എല്ലാവരുടെയും ജീവിതത്തിൽ കർത്താവെ സ്തോത്രം, ഈ ശുശ്രൂഷ ഏറ്റവും അനുഗ്രഹമായി തീരുവാൻ സ്വർഗത്തിലെ ദൈവം സഹായിക്കേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ആത്മമണവാളനായ ഞങ്ങളുടെ കർത്താവായ യേശു എത്രയും വേഗത്തിൽ തേജസ്സിൽ വെളിപ്പെടാൻ പോകുന്നതിനാൽ ഇതിൻ്റെ തേജസ്സിൻ്റെ കാന്തയായി ഞങ്ങൾ കാണപ്പെടുവാൻ ഞങ്ങളെല്ലാവരെയും ഒരുക്കണമേ. തിരുനാമത്തെ മഹത്വപ്പെടുത്തിക്കാട്ട് യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ പിതാവേ, ആമേൻ. കർത്താവ് പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം ചെയ്യാം. എല്ലാവർക്കും ഇരിക്കാം. നിങ്ങൾക്ക് കസേരയിലേക്ക്. ഇന്ന് ഇവിടെ വെച്ച് ഈ പ്രിയപ്പെട്ടവർ വിവാഹിതരായി തീരുന്നു എന്ന വസ്തുത ഇരു സഭകളിലും മുന്നമേ തന്നെ അറിയിച്ചിട്ടുള്ളതാണ്. എങ്കിലും പൊതുസഭയുടെ അറിവിലേക്കായി ഒരു പ്രാവശ്യം കൂടെ വായിക്കുകയാണ്. കുണ്ടറ ദി പെന്തക്കോസ്ത് മിഷൻ സഭാംഗവും
ഫെസിൻ ഭവനിൽ ശ്രീമാൻ ഫിലിപ്പ് കോശിയുടെ മകനുമായ ഫെസിൻ ഫിലിപ്പും പറക്കോട് ദി പെന്തക്കോസ്ത് മിഷൻ സഭാംഗവും വിളവിനാൽ വീട്ടിൽ ശ്രീമാൻ BS മാത്തുക്കുട്ടിയുടെ മകളുമായ ബെറ്റ്സി മാത്യുവും തമ്മിലുള്ള വിവാഹം. ഈ വിവാഹം ഇന്ന് ഇവിടെ വെച്ച് നടത്തി കൊടുക്കുന്നതിന് തടസ്സമായി നിയമപരമായി ന്യായമായി വേദപുസ്തക വചനാനുസൃതമായി ഏതെങ്കിലും കാരണങ്ങൾ ഉണ്ട് എങ്കിൽ ഇപ്പോൾ പൊതുസഭയിൽ അത് അറിയിക്കാവുന്നതാണ്. കുണ്ട്ര ദി പെന്തക്കോസ്ത് മിഷൻ സഭാംഗമായ ഫെസിൻ ഫിലിപ്പും പറക്കോട് ദി പെന്തക്കോസ്ത് മിഷൻ സഭാംഗമായ ബെറ്റ്സി മാത്യുവും തമ്മിലുള്ള വിവാഹം ഇപ്പോൾ ഇവിടെ വെച്ച് ഈ വിവാഹ ശുശ്രൂഷ നടത്തി കൊടുക്കുന്നതിന് നിയമപരമായി ന്യായമായി വേദപുസ്തക വചനാനുസൃതമായി ഏതെങ്കിലും തടസ്സങ്ങൾ ഉണ്ട് എങ്കിൽ ഇപ്പോൾ പൊതുസഭയിൽ അത് അറിയിക്കാവുന്നതാണ്. ഇപ്പോൾ എല്ലാവരും മൗനമായിരിക്കുന്നത് കൊണ്ട് ഈ പ്രിയപ്പെട്ടവർ തമ്മിൽ വിവാഹിതരായി തീരുന്നതിന് യാതൊരുവിധ തടസ്സങ്ങളും ഇല്ല എന്ന് അറിഞ്ഞുകൊള്ളുന്നു. ഈ വിഷയത്തിൽ ഇപ്പോൾ മൗനമായിരിക്കുന്നവർ മേലാലും മൗനമായിരിക്കണം എന്ന് പ്രത്യേകമായി ഓർപ്പിക്കുകയാണ്. നിങ്ങൾക്ക് രണ്ടുപേർക്കും എഴുന്നേറ്റ് നിൽക്കാം. കുണ്ട്ര ദി പെന്തക്കോസ്ത് മിഷൻ സഭാംഗമായ ഫെസിൻ ഫിലിപ്പിനോട് ചോദിക്കുന്നു, പറക്കോട് ദി പെന്തക്കോസ്ത് മിഷൻ സഭാംഗമായ ബെറ്റ്സി മാത്യുവിനെ നിന്റെ ഭാര്യയായി സ്വീകരിപ്പാൻ സമ്മതമാണോ? സമ്മതമാണ്. പറക്കോട് ദി പെന്തക്കോസ്ത് മിഷൻ സഭാംഗമായ ബെറ്റ്സി മാത്യുവിനോട് ചോദിക്കുന്നു, കുണ്ട്ര ദി പെന്തക്കോസ്ത് മിഷൻ സഭാംഗമായ ഫെസിൻ ഫിലിപ്പിനെ നിന്റെ ഭർത്താവായി സ്വീകരിപ്പാൻ സമ്മതമാണോ? സമ്മതമാണ്. പൊതുസഭ മൗനമായി തങ്ങളുടെ സമ്മതം അറിയിച്ചപ്പോഴേ വിവാഹിതരായി തീരുവാൻ പോകുന്ന പ്രിയപ്പെട്ടവർ എഴുന്നേറ്റ് നിന്ന് പരസ്യമായി തങ്ങളുടെ സമ്മതം അറിയിച്ചിരിക്കുകയാണ്. പൊതുസഭയുടെയും വിവാഹിതരായി തീരുവാൻ പോകുന്ന പ്രിയപ്പെട്ടവരുടെയും സമ്മതത്തോടെ ശുശ്രൂഷയുടെ അടുത്ത ഘട്ടത്തിലേക്ക് പ്രവേശിക്കുന്നു. നമുക്ക് ലഭിച്ചിരിക്കുന്ന പാട്ടുതാളിൽ രണ്ടാമത്തെ പാട്ട് പാടാവുന്നതാണ്. നിങ്ങൾക്ക് രണ്ടുപേർക്കും ഇരിക്കാം. സിയോൻ മണവാളൻ കാന്തനായി വന്നിടുവാൻ കാലങ്ങൾ എത്ര കാത്തിടേണം. സിയോൻ മണവാളൻ കാന്തനായി വന്നിടുവാൻ കാലങ്ങൾ എത്ര കാത്തിടേണം. ആ നാളും നാഴികയും ഞാൻ നോക്കി, ആ നാളും നാഴികയും ഞാൻ നോക്കി. പാരം കൊതിച്ചിടുന്ന കൺകളി പാരിതിൽ, പാരം കൊതിച്ചിടുന്ന കൺകളി പാരിതിൽ ഹായെന്നു തീർന്നിടുമെന്നാശ, ഹായെന്നു തീർന്നിടുമെന്നാശ. സിയോൻ മണവാളനൻ കാന്തനായി വന്നിടുവാൻ കാലങ്ങൾ എത്ര കാത്തിടേണം. ആ നാളും നാഴികയും ഞാൻ നോക്കി, ആ നാളും നാഴികയും ഞാൻ നോക്കി. പതിനായിരങ്ങളിലും പാവനനായിടുന്നു സർവാംഗ സുന്ദരനം കാന്തം. പതിനായിരങ്ങളിലും പാവനനായിടുന്നു സർവാംഗ സുന്ദരനം കാന്തം. നിൻ പ്രേമം എനിക്കു തന്നിടേണം, നിൻ പ്രേമം എനിക്കു തന്നിടേണം. നിത്യവും ചുംബിച്ചിടാൻ തങ്കത്തിരുമുഖത്തെ, നിത്യവും ചുംബിച്ചിടാൻ തങ്കത്തിരുമുഖത്തെ ഭാഗ്യം എനിക്ക് തന്നിടേണം, ഭാഗ്യം
നിൻ പേർക്കായി തന്നിടുവാൻ ആശ എനിക്കേറുന്നേ ഉള്ളമതിലെന്നും എനിക്കേറുന്നേ ഉള്ളമതിലെന്നും എൻ പേർക്കായി ജീവനെ തൻ പ്രാണൻ ത്രാണം ചെയ്തൻ എൻ പേർക്കായി ജീവനെ തൻ പ്രാണൻ ത്രാണം ചെയ്തൻ അൻപേറും പ്രാണനാഥനാം യേശു അൻപേറും പ്രാണനാഥനാം യേശു സിയോൻ മണവാളനൻ കാന്തനായി വന്നിടുവാൻ കാലങ്ങൾ എത്ര കാത്തിടേണം ആ നാളും നാഴികയും ഞാൻ നോക്കി ആ നാളും നാഴികയും ഞാൻ നോക്കി വാനത്തിൽ കേൾക്കുമേ ഞാൻ ആനന്ദമായൊരു നാൾ പ്രാണപ്രിയൻ ധ്വനിക്കും ശബ്ദം വാനത്തിൽ കേൾക്കുമേ ഞാൻ ആനന്ദമായൊരു നാൾ പ്രാണപ്രിയൻ ധ്വനിക്കും ശബ്ദം ആ നേരം പറന്നു പോം ഞാൻ വാനിൽ ആ നേരം പറന്നു പോം ഞാൻ വാനിൽ എന്റെ കാന്തനെ ഞാൻ കണ്ടിടുമാദിനം എന്റെ കാന്തനെ ഞാൻ കണ്ടിടുമാദിനം ആരാൽ വർണ്ണിച്ചിടാമെന്നാനന്ദം ആരാൽ വർണ്ണിച്ചിടാമെന്നാനന്ദം സിയോൻ മണവാളന് കാന്തനായി വന്നിടുവാൻ കാലങ്ങൾ എത്ര കാത്തിടേണം ആ നാളും നാഴികയും ഞാൻ നോക്കി ആ നാളും നാഴികയും ഞാൻ നോക്കി. ദൈവത്തിന് സ്തോത്രം. വിവാഹ ശുശ്രൂഷയിൽ പ്രസക്തമായ 4 വേദഭാഗങ്ങൾ വായിക്കുന്നു. ആദ്യം ഉൽപ്പത്തി പുസ്തകം 2-ാം അധ്യായം 18 മുതൽ 24 വരെയുള്ള വാക്യങ്ങൾ. അനന്തരം യഹോവയായ ദൈവം മനുഷ്യനേകനായിരിക്കുന്നത് നന്നല്ല, ഞാൻ അവന് തക്കതായൊരു തുണ ഉണ്ടാക്കി കൊടുക്കുമെന്ന് അരുളി ചെയ്തു. യഹോവയായ ദൈവം ഭൂമിയിലെ സകല മൃഗങ്ങളെയും ആകാശത്തിലെ എല്ലാ പറവുകളെയും നിലത്തു നിന്ന് നിർമ്മിച്ചിട്ട് മനുഷ്യൻ അവയ്ക്ക് എന്ത് പേരിടുമെന്ന് കാണുവാൻ അവൻ്റെ മുൻപിൽ വരുത്തി. സകല ജീവജന്തുക്കൾക്കും മനുഷ്യനിട്ടത് അവയ്ക്ക് പേരായി. മനുഷ്യൻ എല്ലാ കന്നുകാലികൾക്കും ആകാശത്തിലെ പറവുകൾക്കും എല്ലാ കാട്ടുമൃഗങ്ങൾക്കും പേരിട്ടു. എങ്കിലും മനുഷ്യന് തക്കതായൊരു തുണ കണ്ടുകിട്ടിയില്ല. ആകയാൽ യഹോവയായ ദൈവം മനുഷ്യന് ഒരു ഗാഠനിദ്ര വരുത്തി. അവൻ ഉറങ്ങിയപ്പോൾ അവൻ്റെ വാരിയെല്ലുകളിൽ ഒന്നെടുത്ത് അതിനു പകരം മാംസം പിടിപ്പിച്ചു. യഹോവയായ ദൈവം മനുഷ്യനിൽ നിന്ന് എടുത്ത വാരിയലിനെ ഒരു സ്ത്രീയാക്കി അവളെ മനുഷ്യൻ്റെ അടുക്കൽ കൊണ്ടുവന്നു. അപ്പോൾ മനുഷ്യൻ, ഇത് ഇപ്പോൾ എൻ്റെ അസ്ഥിയിൽ നിന്ന് അസ്ഥിയും എൻ്റെ മാംസത്തിൽ നിന്ന് മാംസവുമാകുന്നു. ഇവളെ നരനിൽ നിന്ന് എടുത്തിരിക്കയാൽ ഇവൾക്ക് നാരി എന്ന് പേരാകുമെന്ന് പറഞ്ഞു. അതുകൊണ്ട് പുരുഷൻ അപ്പനെയും അമ്മയെയും വിട്ടുപിരിഞ്ഞ് ഭാര്യയോട് പറ്റിച്ചേരും, അവർ ഏകദേഹമായി തീരും. അപ്പോസ്തലനായ പൗലോസ് എഫെസ്യർക്ക് എഴുതിയ ലേഖനം 5-ാം അധ്യായം 22 മുതൽ 33 വരെ. ഭാര്യമാരി കർത്താവിന് എന്ന പോലെ സ്വന്തം ഭർത്താക്കന്മാർക്ക് കീഴടങ്ങുവിൻ. ക്രിസ്തു ശരീരത്തിൻ്റെ രക്ഷിതാവായി സഭയ്ക്ക് തലയാകുന്നത് പോലെ ഭർത്താവ് ഭാര്യയ്ക്ക് തലയാകുന്നു. എന്നാൽ സഭ ക്രിസ്തുവിന് കീഴടങ്ങിയിരിക്കുന്നത് പോലെ ഭാര്യമാരും ഭർത്താക്കന്മാർക്ക് സകലത്തിലും കീഴടങ്ങിയിരിക്കണം. ഭർത്താക്കന്മാരെ ക്രിസ്തുവും സഭയെ സ്നേഹിച്ചതുപോലെ നിങ്ങളുടെ ഭാര്യമാരെ സ്നേഹിപ്പിൻ. അവൻ അവളെ വചനത്തോടു കൂടിയ ജലസ്നാനത്താൽ വെടിപ്പാക്കി വിശദീകരിക്കേണ്ടതിനും കറ ചുളുക്കം മുതലായത് ഒന്നുമില്ലാതെ സഭയെ ശുദ്ധയും നിഷ്കളങ്കയുമായി തനിക്ക് തന്നെ തേജസ്സോടെ മുൻനിർത്തേണ്ടതിനും തന്നെത്താൻ അവൾക്ക് വേണ്ടി ഏൽപ്പിച്ചു കൊടുത്തു. അവണ്ണം ഭർത്താക്കന്മാരും തങ്ങളുടെ ഭാര്യമാരെ സ്വന്തം ശരീരങ്ങളെപ്പോലെ സ്നേഹിക്കേണ്ടതാകുന്നു. ഭാര്യയെ സ്നേഹിക്കുന്നവൻ തന്നെത്താൻ സ്നേഹിക്കുന്നു. ആരും തൻ്റെ ജഡത്തെ ഒരു നാളും പകച്ചിട്ടില്ലല്ലോ. ക്രിസ്തുവും സഭയെ ചെയ്യുന്നത് പോലെ അതിനെ പോറ്റി പുലർത്തുകയത്രേ ചെയ്യുന്നത്. നാം അവൻ്റെ ശരീരത്തിൻ്റെ അവയവങ്ങളിലോ. അതുനിമിത്തം ഒരു മനുഷ്യൻ അപ്പനെയും അമ്മയെയും വിട്ട് ഭാര്യയോട് പറ്റിച്ചേരും, ഇരുവരും ഒരു ദേഹമായി തീരും. ഈ മർമ്മം വലിയത്. ഞാൻ ക്രിസ്തുവിനെയും സഭയെയും ഉദ്ദേശിച്ചത്രേ പറയുന്നത്. എന്നാൽ നിങ്ങളും അങ്ങനെ തന്നെ. ഓരോരുത്തൻ താൻ താൻ്റെ ഭാര്യയെ തന്നെപ്പോലെ തന്നെ സ്നേഹിക്കണം. ഭാര്യയോ ഭർത്താവിനെ ഭയപ്പെടേണ്ടതാകുന്നു.
പത്രോസ് എഴുതിയ 1 ലേഖനം 3 അധ്യായം 1 മുതൽ 7 വരെയുള്ളതായ വാക്യങ്ങൾ. ഭാര്യമാരെ നിങ്ങളുടെ ഭർത്താക്കന്മാർക്ക് കീഴടങ്ങിയിരിക്കും. അവരിൽ വല്ലവരും വചനമനുസരിക്കാത്ത പക്ഷം ഭയത്തോടുകൂടിയ നിങ്ങളുടെ നിർമ്മലമായ നടപ്പ് കണ്ടറിഞ്ഞ് വചനം കൂടാതെ ഭാര്യമാരുടെ നടപ്പിനാൽ ചേർന്ന് വരുവാൻ ഇടയാകും. നിങ്ങളുടെ അലങ്കാരം തലമുടി പിന്നുന്നതും പൊന്നണിയുന്നതും വസ്ത്രം ധരിക്കുന്നതും ഇങ്ങനെ പുറമേയുള്ളതല്ല, സൗമ്യതയും സാവധാനതയുമുള്ള മനസ്സ് എന്ന അക്ഷയഭൂഷണമായ ഹൃദയത്തിൻ്റെ ഗൂഢമനുഷ്യൻ തന്നെ ആയിരിക്കണം. അത് ദൈവസന്നിധിയിൽ വിലയേറിയതാകുന്നു. ഇങ്ങനെയല്ലോ പണ്ട് ദൈവത്തിൽ പ്രത്യാശ വച്ചിരുന്ന വിശുദ്ധ സ്ത്രീകൾ തങ്ങളെ തന്നെ അലങ്കരിച്ച് ഭർത്താക്കന്മാർക്ക് കീഴടങ്ങിയിരുന്നത്. അങ്ങനെ സാറ അബ്രഹാമിനെ യജമാനൻ എന്ന് വിളിച്ച് അനുസരിച്ചിരുന്നു. നന്മ ചെയ്ത് യാതൊരു ഭീഷണിയും പേടിക്കാതിരുന്നാൽ നിങ്ങൾ അവളുടെ മക്കളായി തീർന്നു. അങ്ങനെ തന്നെ ഭർത്താക്കന്മാരെ നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് മുടക്കം വരാതിരിക്കേണ്ടതിന് വിവേകത്തോടെ ഭാര്യമാരോടുകൂടി വസിച്ച് സ്ത്രീജനം ബലഹീനപാത്രമെന്നും അവർ ജീവന്റെ കൃപയ്ക്ക് കൂട്ടവകാശികളെന്നും ഓർത്ത് അവർക്ക് ബഹുമാനം കൊടുക്കും. ഒടുവിലായി വെളിപ്പാട് പുസ്തകം 19 അധ്യായം 7 മുതൽ 9 വരെയുള്ളതായ വാക്യങ്ങൾ. നാം സന്തോഷിച്ച് ഉല്ലസിച്ച് അവന് മഹത്വം കൊടുക്കുക. കുഞ്ഞാടിൻ്റെ കല്യാണം വന്നുവല്ലോ, അവൻ്റെ കാന്തയും തന്നെത്താൻ ഒരുക്കിയിരിക്കുന്നു. അവൾക്ക് ശുദ്ധവും ശുഭ്രവുമായ വിശേഷവസ്ത്രം ധരിപ്പാൻ കൃപ ലഭിച്ചിരിക്കുന്നു. ആ വിശേഷവസ്ത്രം വിശുദ്ധന്മാരുടെ നീതിപ്രവൃത്തികൾ തന്നെ. പിന്നെ അവൻ എന്നോട്, കുഞ്ഞാടിൻ്റെ കല്യാണ സദ്യയ്ക്ക് ക്ഷണിക്കപ്പെട്ടവർ ഭാഗ്യവാന്മാർ എന്ന് എഴുതുക എന്ന് പറഞ്ഞു. ഇത് ദൈവത്തിൻ്റെ സത്യവചനമെന്നും എന്നോട് പറഞ്ഞു. സ്തോത്രം. സ്തോത്രം. ലഭിച്ചിരിക്കുന്ന പാട്ടുതാളിൽ 3-ാമത്തെ പാട്ട്, ഇംഗ്ലീഷ് പാട്ട്. There shall be showers of blessing. This is the promise of love. There shall be seasons refreshing, sent from the Savior above. Showers of blessing, showers of blessing we need. Mercy drops round us are falling, but for the showers we pray. There shall be showers of blessing, precious reviving again, over the hills and the valleys, sound of abundance of rain. Showers of blessing, showers of blessing we need. Mercy drops round us are falling, but for the showers we plead. There shall be showers of blessing, send them upon us, O Lord. Grant to us now a refreshing. Come on, honor thy word. Showers of blessing, showers of blessing we need. Mercy drops round us are falling, but for the showers we plead. There shall be showers of blessing, oh that today they might fall. Now as to God we are confessing, now as on Jesus we call. Showers of blessing, showers of blessing we need.
drops round us are falling, but for the showers we plead. There shall be showers of blessing, if we but trust and obey. There shall be seasons refreshing, if we let God have His way. Showers of blessing, showers of blessing we need. Mercy drops round us are falling, but for the showers we plead. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. അനുഗ്രഹീതമായ ഈ സന്തോഷ ദിനത്തിൽ നമുക്ക് ഏകമായി കർത്തൃപാദപീഠത്തിൽ ആയിരിക്കുവാൻ സ്വർഗം ഒരുക്കി തന്ന മനോഹരമായ അവസരത്തെ ഓർത്ത് ആദ്യമായി ദൈവത്തെ സ്തുതിക്കുകയാണ്. ഒരു വിവാഹ സുദിനം എല്ലാവരുടെയും ജീവിതത്തിൽ സന്തോഷദായക സുദിനമെന്ന് ജീവിതത്തിൻ്റെ അനുഭവത്തിലൂടെയും സത്യവേദപുസ്തകത്തിലെ വചനങ്ങളിൽ കൂടെയും നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്ന ഒരു യാഥാർത്ഥ്യമാണ്. മാതാപിതാക്കളുടെ ജീവിതത്തിൽ മക്കളുടെ വിവാഹ സുദിനം ഒരു സന്തോഷ സുദിനമാണ്. കാരണം അവരുടെ അനേക ദിവസങ്ങളില്ലെങ്കിൽ നാളുകളായുള്ള ആഗ്രഹവും പ്രാർത്ഥനയും അത് സഫലമായി തീരുകയാണ്. വിവാഹ ജീവിതത്തിലേക്ക് പ്രവേശിക്കുവാൻ പോകുന്നവർക്കും അത് ഒരു സന്തോഷ സുദിനമാണ്. കാരണം അത് അവരുടെ ജീവിതത്തിൻ്റെ ഒരു വഴിത്തിരിവിൻ ദിവസമല്ലെങ്കിൽ ഒരു പുതിയ ജീവിതത്തിൻ്റെ തുടക്കമാണ്. വിവാഹ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്നവർക്കും അത് സന്തോഷമാണ്. കാരണം തങ്ങൾ സ്നേഹിക്കുന്ന പ്രിയപ്പെട്ടവർ ഒരു കുടുംബ ജീവിതത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ അതെല്ലാവർക്കും സന്തോഷ സുദിനവും തന്നെയാണ്. എന്നാൽ സ്നേഹസ്വരൂപനായ ദൈവം തന്റെ സ്വരൂപത്തിലും സാദൃശ്യത്തിലും സൃഷ്ടിച്ച മനുഷ്യന് നൽകിക്കൊടുക്കുന്ന സന്തോഷദായക സുദിനങ്ങളിൽ, ആ സന്തോഷദായക നിമിഷങ്ങളിൽ അതിൻ്റെ പിന്നിൽ മറഞ്ഞിരിക്കുന്ന ആത്മീക സത്യങ്ങളെക്കുറിച്ച് നമ്മൾ ചിന്തിക്കേണ്ടത് ഏറ്റവും അത്യന്താപേക്ഷിതമാണ്. ഇവിടെ വിവാഹ ശുശ്രൂഷയോടുള്ള ബന്ധത്തിൽ സത്യവേദപുസ്തകത്തിൽ നിന്ന് ചില വാക്യങ്ങളൊക്കെയും നമുക്ക് വായിച്ച് കേൾക്കുവാൻ ഇടയായി തീർന്നു. ആദ്യമായി നമ്മൾ വായിച്ചു കേട്ടത് ഉൽപ്പത്തി പുസ്തകത്തിൽ നിന്നായിരുന്നു. ഉൽപ്പത്തി പുസ്തകത്തിൽ നിന്ന് ആ വാക്യങ്ങൾ നമ്മൾ വായിച്ചു കേൾക്കുമ്പോൾ അവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതും നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നതുമായ അനേക ആത്മീക സത്യങ്ങൾ കാണുവാൻ സാധിക്കും. വിവാഹം എന്ന ഒരു വ്യവസ്ഥ സർവശക്തനായ ദൈവത്തിന്റെ തിരുഹൃദയത്തിൽ ഉണ്ടായിരുന്നു എന്ന് ആ വാക്കുകളിലൂടെ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുകയാണ്. എന്തായിരുന്നു ദൈവത്തിന്റെ തിരുഹൃദയത്തിൽ ഉണ്ടായിരുന്ന ഉദ്ദേശം എന്ന് ചോദിച്ചാൽ ചുരുങ്ങിയ വാക്കുകൾ കൊണ്ട് നമുക്കത് വിശദീകരിച്ചു തീർക്കുവാൻ ഒരിക്കലും സാധിക്കത്തില്ല. സർവശക്തനായ ദൈവം സ്നേഹവാനാണ്. ദൈവത്തിന് ഒറ്റ വാക്കിൽ ഒരു നിർവചനം കൊടുക്കുവാൻ കഴിയുമെങ്കിൽ ആ വാക്ക് ഇങ്ങനെ തന്നെയായിരിക്കും: ദൈവം സ്നേഹം തന്നെയാണ്. ദൈവം സ്നേഹം തന്നെയാണ്. ആ സ്നേഹവാനായ ദൈവത്തിന് തന്റെ സ്നേഹത്തെ പങ്കുവയ്ക്കുവാൻ തന്റെ സ്വരൂപത്തിലും സാദൃശ്യത്തിലും സൃഷ്ടിക്കപ്പെട്ട ഒരു മനുഷ്യൻ ആവശ്യമായിരുന്നു. അതുകൊണ്ടാണ് സർവശക്തനായ ദൈവം തന്റെ സ്വരൂപത്തിലും സാദൃശ്യത്തിലും ആദാമിനെ സൃഷ്ടിക്കുവാൻ ഇടയായി തീർന്നത്. ആദാമിനെ സൃഷ്ടിച്ച ദൈവം, ഞാൻ ആരംഭത്തിൽ സ്തോത്രം ചെയ്യിച്ചപ്പോൾ ഒരു കാര്യം പറഞ്ഞു, ഒരു പിതാവ് തന്റെ മക്കൾക്ക് വേണ്ടി കരുതുന്നു. ഏത് പിതാവിന്റെയും ഉത്തരവാദിത്വമാണ് പിതാക്കന്മാർ മക്കൾക്ക് വേണ്ടി കരുതുന്നു, അല്ലെങ്കിൽ ചരതിച്ച് കൂട്ടിവെക്കുന്നു. ലോക ജീവിതത്തിൽ അത് സ്വാഭാവികമായി നമ്മൾ കാണുന്ന
ഒരു വസ്തുതയാണ്. അപ്പോൾ സ്നേഹസ്വരൂപനായ ദൈവം തന്റെ സ്വരൂപത്തിലും സാദൃശ്യത്തിലും മനുഷ്യനെ സൃഷ്ടിച്ചപ്പോൾ ആ മനുഷ്യനോടുള്ള സ്നേഹം നിമിത്തമായി മനുഷ്യൻ കാരണം എന്താണെന്ന് അവിടെ വ്യക്തമായി കാണുവാൻ സാധിക്കുന്നു. കുടുംബജീവിതത്തിലേക്ക് പ്രവേശിക്കുന്ന ദൈവമക്കളും അത് നന്നായി മനസ്സിലാക്കിക്കൊള്ളണം. നിങ്ങളെ ദൈവം കുട്ടിയോജിപ്പിച്ച് ഒരു കുടുംബമാക്കി തീർക്കുമ്പോൾ ദൈവത്തിന്റെ ഉദ്ദേശം എന്താ എന്ന് ചോദിച്ചാൽ, ഭൂമിയിൽ ഒരു വിശുദ്ധ സന്തതി ഉരുവായി വന്നിട്ട് ഈ ഭൂമിയെ മാത്രമല്ല 1000 ആണ്ട് വാഴ്ചയിലും നിത്യതയിലും ഭരണകർത്താക്കന്മാരായി രാജാക്കന്മാരായിരിക്കുവാൻ ഒരു സഭയെ, ഒരു സമൂഹത്തെ ഉരുവാക്കി എടുക്കുക എന്നുള്ളതാണ്. അതുകൊണ്ടാണ് വെളിപ്പാട് പുസ്തകത്തിൽ നമ്മൾ വായിക്കുമ്പോൾ 1-ാം അധ്യായത്തിന്റെ 6-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നത്, തന്റെ രക്തത്താൽ നമ്മെ കഴുകി ശുദ്ധീകരിച്ച്, നമ്മുടെ പാപം പോക്കി നമ്മെ ശുദ്ധീകരിച്ച് പിതാവായ ദൈവത്തിന് നമ്മെ രാജ്യവും പുരോഹിതന്മാരും ആക്കി വച്ചിരിക്കുന്നു. അഥവാ രാജാക്കന്മാരും പുരോഹിതന്മാരും ആക്കി വച്ചിരിക്കുന്നു. ഒരു മനുഷ്യന്റെ കുടുംബജീവിതം ഈ ലക്ഷ്യത്തെ മനസ്സിൽ കണ്ടുകൊണ്ടായിരിക്കണം. അപ്പോൾ ഉൽപ്പത്തി പുസ്തകത്തിൽ നമ്മൾ വായിക്കുമ്പോൾ
ദൈവം എന്തിനാണ് വിവാഹം എന്ന വ്യവസ്ഥിതി വെച്ചതെന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുകയാണ്. തുടർന്ന് നമ്മൾ വായിച്ചു കേട്ടത് അപ്പോസ്തലനായ വിശുദ്ധ പൗലോസ് എഫേസ്യർക്ക് എഴുതിയ ലേഖനത്തിൽ നിന്നും അപ്പോസ്തലനായ വിശുദ്ധ പത്രോസ് പൊതുവിനെഴുതിയ 1-ാം ലേഖനത്തിൽ നിന്നുമാണ്. ഈ വാക്യങ്ങൾ വായിക്കുമ്പോൾ മാനുഷിക ജീവിതത്തിൽ ഒരു കുടുംബജീവിതം ധന്യമായി തീരണമെങ്കിൽ അവർ പാലിച്ചനുഷ്ഠിക്കേണ്ടതായ കൽപ്പനകളെയാണ് അവിടെ കാണുവാൻ സാധിക്കുന്ന. അവസാനം വായിച്ചു കേട്ടത് വെളിപ്പാട് പുസ്തകത്തിൽ നിന്ന് നമ്മൾ ആസന്ന ഭാവിയിൽ സംഭവിക്കുവാൻ പോകുന്ന നിത്യവിവാഹത്തെ കുറിച്ച് കേൾക്കുവാൻ ഇടയായി തീർന്നു. അതുകൊണ്ടാണ് ആരംഭത്തിൽ ഞാൻ ഓർപ്പിച്ചത്, ഈ വിവാഹം അഥവാ ഭൂമിയിൽ നടത്തപ്പെടുന്ന എല്ലാ വിവാഹങ്ങളും നിത്യമായ ഒരു വിവാഹത്തിന് നിഴലായി കാണുവാൻ കഴിയുകയാണ്. അപ്പോൾ ഏതായിരിക്കും ആ നിത്യവിവാഹം എന്ന് ചോദിച്ചാൽ, ഒരു വിവാഹത്തെ നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ വിവാഹത്തിന് ഒരു വരനുണ്ട്, ഒരു വധുവുണ്ട്, നിശ്ചയിക്കപ്പെട്ട സ്ഥലമുണ്ട്, ക്ഷണിക്കപ്പെട്ട ക്ഷണിതാക്കളുണ്ട്. ഇതുപോലെ നിത്യവിവാഹത്തെ നമ്മൾ ചിന്തിക്കുമ്പോഴും അവിടെ ഒരു വരനുണ്ട്, ഒരു വധുവുണ്ട്, വിവാഹത്തിന് നിശ്ചയിക്കപ്പെട്ട ഒരു സ്ഥലമുണ്ട്, അവിടെ ക്ഷണിതാക്കളെയും കാണുവാൻ സാധിക്കുകയാണ്. 19-ാം അധ്യായത്തിന്റെ 7-ാം വാക്യം ഒന്നുകൂടെ വായിച്ചു. നാം സന്തോഷിച്ച് ഉല്ലസിച്ച് അവന് മഹത്വം കൊടുക്കുക. കുഞ്ഞാടിന്റെ കല്യാണം വന്നുവല്ലോ, അവന്റെ കാന്തയും തന്നെത്താൻ ഒരുക്കിയിരിക്കുന്നു. അവൾക്ക് ശുദ്ധവും ശുഭ്രവുമായ വിശേഷ വസ്ത്രം ധരിപ്പാൻ കൃപ ലഭിച്ചിരിക്കുന്നു. ആ വിശേഷ വസ്ത്രം വിശുദ്ധന്മാരുടെ നീതി പ്രവൃത്തികൾ തന്നെ. പിന്നെ അവൻ എന്നോട് കുഞ്ഞാടിന്റെ കല്യാണ സദ്യക്ക് അവിടെ നമ്മൾ വായിക്കുമ്പോൾ കുഞ്ഞാട് അല്ലെങ്കിൽ ഒരു വരനുണ്ട്, ഒരു വധുവുണ്ട്, നിശ്ചയിക്കപ്പെട്ട ഒരു സ്ഥലമുണ്ട്. അതവിടെ നമുക്ക് കാണാൻ കഴിയുന്നില്ല. അടുത്തത് നമ്മൾ വായിക്കുമ്പോൾ കുഞ്ഞാടിന്റെ കല്യാണ സദ്യക്ക് ക്ഷണിക്കപ്പെട്ട ചിലരുണ്ട്. ഇപ്പോൾ ഇവിടെ നമ്മൾ നോക്കിയാലും അങ്ങനെയാണ്. വരനുണ്ട്, വധുവുണ്ട്, ക്ഷണിക്കപ്പെട്ടവരുണ്ട്, അങ്ങനെയാണ്. അതുപോലെ തന്നെയാണ് നിത്യവിവാഹത്തെ നമ്മൾ ചിന്തിക്കുമ്പോഴും. അപ്പോൾ ആരാണ് വരൻ എന്ന് ചോദിച്ചാൽ അവിടെ വ്യക്തമായി നമുക്ക് കാണുവാൻ കഴിയുന്നത് കുഞ്ഞാട് എന്നാണ്. വെളിപ്പാട് പുസ്തകത്തിൽ നമ്മൾ വീണ്ടും ശ്രദ്ധിക്കുമ്പോൾ അവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നത്, വെളിപ്പാട് പുസ്തകത്തിൽ 21-ാം അധ്യായത്തിൽ അപ്പോസ്തലനായ വിശുദ്ധ യോഹന്നാനെ ഓർപ്പിക്കുമ്പോൾ അവിടെ അതിന്റെ 9-ാം വാക്യത്തിൽ യോഹന്നാൻ അപ്പോസ്തലനോട് ദൈവാത്മാവിൽ ഒരു ശബ്ദം കേൾക്കുന്നു, വരിക, കുഞ്ഞാടിന്റെ കാന്തയായ മണവാട്ടിയെ കാണിച്ചു തരാം. അപ്പോൾ ആരാണ് കാന്തൻ അല്ലെങ്കിൽ വരൻ എന്ന് ചോദിച്ചാൽ കുഞ്ഞാട് എന്നാണ്. അതിനെ നമുക്ക് സവിസ്തരമായി ചിന്തിക്കേണ്ട ആവശ്യകതയില്ല. ഇവിടെ കൂടപ്പെട്ടിരിക്കുന്ന എല്ലാവർക്കും ആ കുഞ്ഞാട് എന്താ അല്ലെങ്കിൽ ആര് എന്ന വ്യക്തമായി മനസ്സിലാക്കുവാൻ കഴിയും എന്ന് ഞാൻ ചിന്തിക്കുന്നു. എങ്കിലും ചുരുങ്ങിയ വാക്കുകളിൽ ഞാൻ ഓർപ്പിക്കട്ടെ. സ്വർഗം മഹിമ വെടിഞ്ഞാത്താണ് ലോകത്തിലേക്ക് ഇറങ്ങി വന്ന കർത്താവായ യേശു ക്രിസ്തു കടന്നു പോകുന്നത് കണ്ടിട്ട് യോഹന്നാൻ സ്നാപകൻ ഇപ്രകാരം പറഞ്ഞു, ഇതാ ലോകത്തിന്റെ പാപത്തെ ചുമക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട്. ഒരിക്കൽ കർത്താവായ യേശു ക്രിസ്തു സ്വർഗമഹിമ വെടിഞ്ഞ താണ ലോകത്തിലേക്ക് ഇറങ്ങി വന്നു. അപ്പോൾ കർത്താവായ യേശു ക്രിസ്തു ഈ ലോകത്തിലേക്ക് വന്നത് ഒരു കുഞ്ഞാടായിട്ടാണ് ഈ ലോകത്തിലേക്ക് വന്നത്. എന്തിനാ കർത്താവായ യേശു ക്രിസ്തു ഒരു കുഞ്ഞാടായി ലോകത്തിൽ വന്നു എന്ന് ചോദിച്ചാൽ മനുഷ്യന്റെ പാപത്തെ വഹിക്കുവാൻ വേണ്ടിയാണ്. മുൻപേ ഞാൻ ഓർപ്പിച്ചു, ദൈവം തന്റെ സ്വരൂപത്തിൽ സാദൃശ്യത്തിൽ സൃഷ്ടിച്ച മനുഷ്യനെ കുറിച്ചുള്ള ദൈവത്തിന്റെ അനാദ്യ നിർണയം, അവൻ വാഴ്ചയുള്ളവനായി അല്ലെങ്കിൽ രാജാവായിരിക്കണം. അതേസമയം പാപം ചെയ്ത മനുഷ്യൻ ദൈവ സാന്നിധ്യം നഷ്ടപ്പെടുത്തി, ദൈവ തേജസ് നഷ്ടപ്പെടുത്തി, നിത്യജീവൻ നഷ്ടപ്പെടുത്തി, അവന്റെ വാഴ്ച നഷ്ടപ്പെടുത്തി, അവന്റെ അധികാരം നഷ്ടപ്പെടുത്തി, അവന്റെ അദ്രവത്വം നഷ്ടപ്പെടുത്തി. ഇതെല്ലാം നഷ്ടപ്പെട്ട മനുഷ്യനെ നോക്കിക്കൊണ്ട് നമ്മൾ ചിന്തിക്കേണ്ട ഒരു വസ്തുതയുണ്ട്. ദൈവസ്നേഹത്തിന് ഒരിക്കലും മാറ്റം സംഭവിച്ചില്ല. നാം ആണെങ്കിൽ നമ്മളൊന്ന് ശ്രദ്ധിക്കണം. പലപ്പോഴും നമ്മൾ ആരെയെങ്കിലും സ്നേഹിച്ചു, ഏതെങ്കിലും ഒരു കാര്യം ചെയ്ത അത് നമ്മുടെ ഉദ്ദേശത്തിന് ഒത്തവണ്ണം വന്നില്ലെങ്കിൽ നമ്മുടെ സ്നേഹത്തിന് ഭംഗം സംഭവിക്കും. പക്ഷേ കർത്താവായ പിതാവായ ദൈവത്തിന്റെ സ്നേഹത്തിന് ഭംഗം സംഭവിച്ചില്ല. ദൈവം ആദാമിനോട് പറഞ്ഞു, ആ വൃക്ഷത്തിന്റെ ഫലം തിന്നരുത്. പക്ഷേ ആദാം ആ വൃക്ഷഫലം തിന്നു, അതിനെ പ്രേരകനായി തീർന്ന് ഹവ്വയായിരുന്നു തിരുവചനം പറയുന്നു. വൃക്ഷഫലം തിന്നപ്പോൾ ദൈവത്തോടുള്ള സാന്നിധ്യം നഷ്ടപ്പെട്ടു, നിത്യജീവൻ നഷ്ടപ്പെട്ടു. എല്ലാം നഷ്ടപ്പെട്ട മനുഷ്യനെ നോക്കി ദൈവ ന്യായവിധിയുടെ ഒരു വാക്ക് പറഞ്ഞത് സത്യമാണെങ്കിലും നമുക്ക് കാണുവാൻ കഴിയുന്നത് ദൈവത്തിന്റെ ദയം, ദൈവത്തിന്റെ കരുണയുമാണ്.
ആ കരുണ നീണ്ട സംവത്സരങ്ങൾ കാത്തിരുന്നു. കാലസമ്പൂർണത വന്നപ്പോൾ സ്ത്രീയിൽ നിന്ന് ജനിച്ചവനായി കർത്താവായ യേശുക്രിസ്തുവിനെ ഭൂമിയിലേക്ക് അയച്ചു. കർത്താവായ യേശുക്രിസ്തു ഒരു കുഞ്ഞാടായി ലോകത്തിലേക്ക് വന്നു. മനുഷ്യന്റെ പാപത്തെ, ശാപത്തെ, രോഗത്തെയൊക്കെ തന്റെ മേൽ വഹിച്ചുകൊണ്ട് കാൽവരി ക്രൂശിൽ തന്നെത്താൻ യാഗമായി മാറ്റപ്പെട്ടു. കർത്താവ് ക്രൂശിൽ പറഞ്ഞ 7 മൊഴികളിൽ ഏറ്റവും ശ്രദ്ധേയമായൊരു മൊഴി അതാണ്, നിവർത്തിയായി. എന്താണ് നിവർത്തിയായത്? മനുഷ്യന്റെ പാപത്തിന്റെ പരിഹാരം വരുത്തുവാൻ എന്താണ് ദൈവം ആഗ്രഹിച്ചത്? അതെല്ലാം എന്റെ കാൽവരി യാഗത്തിലൂടെ പൂർത്തീകരിക്കപ്പെട്ടു എന്ന് സർവശക്തനായ കർത്താവ് പറയുകയായിരുന്നു. ആ കർത്താവ് ഒരിക്കൽ ലോകത്തിലേക്ക് വന്നത് മനുഷ്യന്റെ പാപത്തിന് വേണ്ടി യാഗമായി തീരുവാനായിരുന്നു. ഇനി കർത്താവായ യേശുക്രിസ്തു വീണ്ടും വരും. ക്രൈസ്തവ ലോകത്തിന്റെ വിശ്വാസത്തിന്റെ അടിസ്ഥാനം യേശുക്രിസ്തുവിന്റെ വീണ്ടും വരവാണ്. അപ്പോൾ യേശുക്രിസ്തു വീണ്ടും വരുമെന്ന് പറഞ്ഞാൽ എന്താണ് അതിന്റെ തെളിവ്? കർത്താവായ യേശു തന്നെ പറഞ്ഞു, തന്റെ ഐഹിക ജീവിതകാലത്ത് തന്നെ പിൻപറ്റി വന്ന തന്റെ ശിഷ്യന്മാരോട് കർത്താവ് പറഞ്ഞു, ഞാൻ പോയി സ്ഥലം ഒരുക്കി വീണ്ടും വന്ന് നിങ്ങളെ എന്റെ അടുക്കൽ ചേർത്തോളും. ഞാൻ പോകും, വീണ്ടും വരും. കർത്താവ് തന്നെ പറഞ്ഞതാണ്. കർത്താവിന്റെ ഉയർത്തെഴുന്നേൽപ്പിന്, ആ സ്വർഗാരോഹണത്തിന് സാക്ഷി നിന്ന ദൂതസഞ്ചയം പറഞ്ഞു, ഇവൻ പോയതുപോലെ വീണ്ടും വരും. കർത്താവ് വീണ്ടും വരും. വേദപുസ്തകത്തിന്റെ ആരംഭം മുതൽ തന്റെ വിശുദ്ധ പ്രവാചകന്മാരിലൂടെ ദൈവം അരുളി ചെയ്തു. കർത്താവായ യേശുക്രിസ്തു എവിടെ ജനിക്കും, എങ്ങനെ ജീവിക്കും, എങ്ങനെ മരിക്കും, ഇതെല്ലാം പ്രവചനാത്മാവിൽ എഴുതപ്പെട്ടിരിക്കുന്നതിനേക്കാൾ അധികമായി കർത്താവിന്റെ വീണ്ടും വരവിനെ കുറിച്ച് സവിസ്തരമായി വേദപുസ്തകം ഓർപ്പിക്കുന്നു. അതുകൊണ്ട് യേശു വീണ്ടും വരും, നിശ്ചയമായി വരും. അപ്പോൾ അടുത്തൊരു ചോദ്യം ഉണ്ടാകാം, എപ്പോഴായിരിക്കും വരുന്നത്? ഞാൻ പലപ്പോഴും പറയാറുണ്ട്, പ്രത്യേകിച്ച് അടുത്ത കാലത്ത് വളരെ ധൈര്യമായി പലപ്പോഴും പറയാറുണ്ട്, ഒരുപക്ഷെ നമ്മൾ ജീവിക്കുന്ന ഈ കാലഘട്ടത്തിൽ തന്നെ കർത്താവ് വരും. ഇത് കേൾക്കുമ്പോൾ ചിലർക്ക് ചില ഭയമുണ്ടാവും. കർത്താവ് വരുന്നു എന്ന് കേൾക്കുമ്പോൾ ചിലർക്ക് ഭയമാണ്, ചിലർക്ക് സന്തോഷമാണ്. എന്താണ് ഭയത്തിന്റെ കാരണമെന്ന് ചോദിച്ചാൽ, ചിലർ ചിന്തിക്കും ഞാൻ ഒരുങ്ങിയിട്ടില്ലല്ലോ. ചിലർ ചിന്തിക്കും ആ പ്രവൃത്തി ആരംഭിച്ചു, ഈ പ്രവൃത്തി ആരംഭിച്ചു, ഒന്നും പൂർത്തീകരിച്ചിട്ടില്ല. അപ്പോൾ കർത്താവ് വന്നാൽ എന്ത് സംഭവിക്കും? പൂർത്തീകരിച്ചില്ലെങ്കിലും കുഴപ്പമില്ല. കർത്താവ് വന്നാൽ പൂർത്തീകരിക്കാത്തത് ഇവിടെ ഇരിക്കും, നമ്മൾ സ്വർഗത്തിൽ പോയി നമുക്കൊരിക്കലെല്ലാം നമുക്ക് കർത്താവിനോടുകൂടെ അനുഭവിക്കാൻ സാധിക്കും. കർത്താവിന്റെ വരവെന്ന് കേട്ടാൽ നമ്മൾ ഭയപ്പെടരുത്, നമ്മൾ ധൈര്യമായിരിക്കണം, സന്തോഷമായിരിക്കണം. എന്തുകൊണ്ട് എന്ന് ചോദിച്ചാൽ, കർത്താവ് വരുമ്പോൾ നമുക്ക് ലഭ്യമായി തരുന്ന അനന്ത സൗഭാഗ്യങ്ങൾ അതൊരിക്കലും വാക്കുകൾ കൊണ്ട് വർണ്ണിക്കാൻ കഴിയുന്നതല്ല. ചിലർക്ക് കർത്താവ് വരുന്നു എന്ന് കേട്ടാൽ വലിയ സന്തോഷമാണ്. കർത്താവ് വരും എന്ന് പറയുമ്പോൾ വലിയ സന്തോഷമാണ്. കാരണം അപ്പോഴും മൺമേ ശരീരമൊക്കെ മാറി നമുക്കൊരു വിൺമേ ശരീരമൊക്കെ കിട്ടും. അവിടെ ചെന്ന് നമ്മൾ ആ പുത്തലേരീശലേംപുരിയിൽ നമ്മുടെ കർത്താവിനോട് കൂടെ നിത്യമായി വാഴും. എത്ര സൗഭാഗ്യകരമായ ഒരു അനുഭവം! അത് ഓർക്കുമ്പോൾ ചിലർക്ക് വലിയ സന്തോഷമാണ്. അപ്പോൾ ഞാൻ പറയുന്നത്, നമ്മൾ ജീവിക്കുന്ന ഈ കാലഘട്ടത്തിൽ തന്നെ കർത്താവ് വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഞാൻ അങ്ങനെ തറപ്പിച്ചു പറഞ്ഞു എന്ന് നിങ്ങൾ ആരും ചിന്തിക്കരുത്. അതിനൊരു സാധ്യതയുണ്ടായെന്ന് ഞാൻ പറയുകയാണ്. കാരണം എന്താണെന്ന് ചോദിച്ചാൽ, ഇന്നത്തെ ലോക സംഭവങ്ങളൊക്കെ നമ്മളൊന്ന് ചിന്തിച്ചു നോക്കിയാട്ടെ. വേദപുസ്തകത്തിൽ എഴുതപ്പെട്ടിരിക്കുന്ന സകല പ്രവചനങ്ങളോ നമ്മുടെ കാലഘട്ടത്തിൽ നിവർത്തിയായിക്കൊണ്ടിരിക്കുകയാണ്. കർത്താവ് വരാൻ എന്തുകൊണ്ട് താമസിക്കുന്നു എന്ന് ചോദിച്ചാൽ അതിന് പല കാരണമുണ്ട്. അതിൽ ഒരു കാരണം ഇതാണ്, തന്റെ വിശുദ്ധ പ്രവാചകന്മാർ മുഖാന്തരം അരുളി ചെയ്തതെല്ലാം നിവർത്തിയാകണം. ഇപ്പോഴേ നമ്മൾ ജീവിക്കുന്ന കാലഘട്ടത്തിൽ അതെല്ലാം നിവർത്തിയായിക്കൊണ്ടിരിക്കുകയാണ്. ഓരോന്നായി നിവർത്തിയായിക്കൊണ്ടിരിക്കുകയാണ്. ഓരോ ദിവസവും നമ്മൾ പത്രത്തിലൊക്കെ നോക്കിയാൽ അതെല്ലാം നിവർത്തിയായിക്കൊണ്ടിരിക്കുന്നു എന്ന് നമുക്ക് വ്യക്തമായി കാണുവാൻ സാധിക്കുകയാണ്. അപ്പോൾ യേശു വരാറായി. യേശു ആർക്ക് വേണ്ടിയാണ് വരുന്നത്? തന്റെ കാന്തയെ ചേർക്കാനാണ് യേശു വരുന്നത്. എന്താണ് കാന്തയുടെ യോഗ്യത? തിരുവചനത്തിന്റെ വെളിച്ചത്തിൽ നമ്മൾ ചിന്തിക്കുമ്പോൾ കാന്തയുടെ യോഗ്യത എന്ന് പറയുന്നത് ഉത്തമഗീതം 5-ാം അധ്യായത്തിന്റെ 10-ാം വാക്യത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നു. നമ്മൾ കർത്താവിനെ പോലെ, കർത്താവിനെ കുറിച്ച് അവിടെ എഴുതിയിരിക്കുന്നത് വെണ്മയും ചുവപ്പുമുള്ളവനാണ്. എന്റെ പ്രിയൻ വെണ്മയും ചുവപ്പുമുള്ളവൻ 10,000 പേരിൽ അതിശ്രേഷ്ഠൻ തന്നെ. അതെ, ശൂലേംകാരിയോട് ഒരു ചോദ്യം ചോദിക്കുകയാണ്. നിന്റെ പ്രിയന് മറ്റു പ്രിയന്മാരെക്കാൾ എന്താണ് വിശേഷത? ശൂലേംകാരിക്ക് തന്റെ പ്രിയനെ കുറിച്ച് നല്ല വെളിപ്പാടുണ്ട്. അവൾ പറഞ്ഞു, എന്റെ പ്രിയൻ വെണ്മയുള്ളവനാണ്, ചുവപ്പുള്ളവനാണ്, അവൻ 10,000-ങ്ങളിൽ അതിസുന്ദരൻ, ശ്രേഷ്ഠനാണ്. എന്താണ് കർത്താവിന്റെ വെണ്മ? അത് കർത്താവിന്റെ വിശുദ്ധിയാണ്. നമ്മൾ ഈ ഭൂമിയിൽ ജീവിക്കുമ്പോഴേ നമ്മളത് നന്നായി മനസ്സിലാക്കണം. അപ്പോസ്തലനായ വിശുദ്ധ യോഹന്നാൻ ഓർപ്പിക്കുമ്പോൾ 1 യോഹന്നാൻ 2-ാം അധ്യായത്തിന്റെ 28-ാം വാക്യത്തിൽ ഇപ്രകാരം ഓർപ്പിക്കുന്നു,
ഇനിയും കുഞ്ഞുങ്ങളെ, അവൻ പ്രത്യക്ഷനാകുമ്പോൾ നാം അവന്റെ സന്നിധിയിൽ ലജ്ജിച്ചു പോകാതിരിക്കേണ്ടതിന് അവനിൽ വസിക്കണം. അപ്പോൾ കർത്തൃകാഹളം ധ്വനിക്കുമ്പോൾ ചിലർ ലജ്ജിതരായില്ലെങ്കിൽ കൈവിടപ്പെട്ടവരായിത്തീരും. ചിലർ ധൈര്യമായി കർത്താവിന്റെ മുന്നിൽ നിൽക്കും. എന്താണ് അതിന്റെ യോഗ്യത? അവിടെ കർത്താവ് ഓർപ്പിക്കുമ്പോൾ അവനിൽ വസിക്കുക എന്ന തിരുവചനം പറയുന്നു. അപ്പോൾ ഉപദേശപരമായി ചിന്തിച്ചാൽ ഇവിടെ ഇരിക്കുന്നവരെല്ലാം ഉപദേശം പഠിച്ചവരാണ്. അതുകൊണ്ട് നമുക്കറിയാം, ഒരു വ്യക്തി പരിശുദ്ധാത്മാവിനെ പ്രാപിക്കുമ്പോഴാണ് ക്രിസ്തുവിലായിത്തീരുന്നത്. യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായത്തിന്റെ 20-ാം വാക്യത്തിൽ വായിക്കുമ്പോൾ ഞാൻ നിങ്ങളിലും നിങ്ങൾ എന്നിലും, അത് പരിശുദ്ധാത്മാവിന്റെ അഭിഷേകത്തെ കുറിച്ചാണ് കർത്താവ് ഓർപ്പിച്ചത്. എന്നാൽ കേവലം അഭിഷേകം മാത്രമല്ല അതുകൊണ്ട് ഓർപ്പിക്കുന്നത്. അവനിൽ വസിക്കുക എന്ന് പറയുമ്പോൾ 1 യോഹന്നാൻ 2-ാം അധ്യായത്തിന്റെ 6-ാം വാക്യത്തിൽ അതിനൊരു വിശദീകരണം കാണുവാൻ കഴിയും. അവനിൽ വസിക്കുക എന്ന് പറയുമ്പോൾ അവൻ നടന്നതുപോലെ അഥവാ അവൻ ജീവിച്ചതുപോലെ ജീവിക്കണമെന്നാണ്. അതൊന്ന് വായിച്ചാൽ, അവനിൽ വസിക്കുന്നു എന്ന് പറയുന്നവൻ അവൻ നടന്നതുപോലെ നടക്കേണ്ടതാകുന്നു. അപ്പോൾ കർത്താവ് വരുമ്പോൾ ലജ്ജിക്കാതിരിക്കണമെങ്കിൽ, തന്റെ കാന്തയായി തന്നെ മുന്നിൽ നിർത്തപ്പെടണമെങ്കിൽ യേശു നടന്നതുപോലെ, യേശു ജീവിച്ചതുപോലെ ജീവിക്കണം. കർത്താവായ യേശു ക്രിസ്തു ലോകത്തിലേക്ക് വന്നത് മാനവജാതിക്ക് ജീവിക്കുവാൻ ഏറ്റതായ ഒരു നല്ല മാതൃക തരുവാൻ വേണ്ടിയായിരുന്നു. അതുകൊണ്ടാണ് അപ്പോസ്തലനായ വിശുദ്ധ പത്രോസ് ഓർപ്പിക്കുമ്പോൾ നാം അവന്റെ കാൽച്ചുവടുകളെ പിൻപറ്റുവാൻ നമുക്ക് അവൻ നല്ല ഒരു മാതൃക വച്ചിട്ട് പോയിരിക്കുകയാണ്. ഞാൻ ചോദിക്കട്ടെ, ഇവിടെ ഇരിക്കുന്ന പലരും രക്ഷിക്കപ്പെട്ടവരാണ്, സ്നാനപ്പെട്ടവരാണ്, അഭിഷേകം പ്രാപിച്ചവരാണ്, ആ ഭൂമിയിൽ അതിശ്രേഷ്ഠമായ ഒരു കൂട്ടായ്മ ബന്ധത്തിൽ ദൈവത്തെ ആരാധിക്കുന്നു എന്ന് പറയുവാൻ കഴിയുന്നവരാണ്. പക്ഷേ വളരെ പ്രസക്തമായ ഒരു ചോദ്യമാണ്, അവൻ നടന്നതുപോലെ അവൻ ജീവിച്ചതുപോലെയാണോ നമ്മൾ ജീവിക്കുന്നത്? അവൻ നടന്നതുപോലെ അവൻ ജീവിച്ചതുപോലെ ജീവിക്കണം. അപ്പോൾ യേശു എങ്ങനെയാണ് ജീവിച്ചത്? വാക്കുകൾ കൊണ്ട് അധിക സമയം ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. ഞാൻ 1-2 വാക്കുകൾ ഓർപ്പിച്ച് അവസാനിപ്പിക്കട്ടെ. യേശു എങ്ങനെയാണ് ജീവിച്ചത്? യേശു വിശുദ്ധിയിൽ ജീവിച്ചു. യേശു ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ യേശു വിശുദ്ധിയിൽ ജീവിച്ചു. അതാണ് യേശുവിന്റെ വെണ്മ. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ വിശുദ്ധരായി ജീവിക്കണം. തിരുവചനം പറയുന്നു, നിങ്ങളെ വിളിച്ച വിശുദ്ധന് ഒത്തവണ്ണം, വിളിച്ച വിശുദ്ധന് ഒത്തവണ്ണം എന്ന് പറഞ്ഞാൽ ദൈവം ആഗ്രഹിക്കുന്ന വിശുദ്ധി, ആത്മീക ജീവിതത്തിൽ ദൈവം പ്രതീക്ഷിക്കുന്ന വിശുദ്ധി, ക്രിസ്തീയ ജീവിതത്തിന്റെ വിശുദ്ധി, അത് കേവലം സാൻമാർഗികത അല്ല എന്നാണ്. നിങ്ങളെ വിളിച്ച വിശുദ്ധന് ഒത്തവണ്ണം, ആ വിശുദ്ധനായ, നമ്മെ വിളിച്ച വിശുദ്ധനായ കർത്താവിലേക്ക് ഒരു നിമിഷം ഒന്ന് നോക്കിയാട്ടെ. ഒരു വലിയ സമൂഹത്തിന്റെ മുന്നിൽ നിന്ന് യേശു ചോദിച്ചു, നിങ്ങളിൽ ആരെനിക്ക് പാപത്തെ കുറിച്ച് ബോധം വരുത്തും? നമുക്ക് ചോദിക്കാൻ പറ്റുമോ? നമ്മൾ ചോദിച്ചാൽ നമുക്കെതിരെ പല കരങ്ങൾ ഉയർന്നു വരും. അതാണ് കർത്താവിന്റെ വിശുദ്ധി. ആ വിശുദ്ധിക്ക് സ്വർഗം സാക്ഷ്യം പറഞ്ഞു. കർത്താവിനോട് കൂടെ ഉണ്ടായിരുന്ന ശിഷ്യന്മാർ സാക്ഷി പറഞ്ഞു. അവനെ കുറ്റാരോപണം നടത്തുവാൻ ആഗ്രഹിച്ചവർ സാക്ഷി പറഞ്ഞു. ക്രൂശീകരണത്തിന് സാക്ഷ്യം നിന്ന ശതാധിപൻ പറഞ്ഞു, ഇവൻ വാസ്തവമായി ദൈവപുത്രൻ തന്നെയായിരുന്നു, ഇവൻ നീതിമാനായിരുന്നു. അതാണ് സാക്ഷ്യം. അവസാനമായി ഓർപ്പിച്ചാൽ, ഏത് മനുഷ്യനെയും കുറ്റം പറയുവാൻ ആഗ്രഹിക്കുന്ന ശത്രുവായ സാത്താൻ പറഞ്ഞു, നീ ദൈവത്തിന്റെ പരിശുദ്ധനാണ്. അതാണ് യേശുവിന്റെ വിശുദ്ധി, അതാണ് യേശുവിന്റെ വെണ്മ. കർത്തൃകാഹളം ധ്വനിക്കുമ്പോഴേ ആ കാഹളത്തിന്റെ ശബ്ദത്തിങ്കൽ തേജസ്കരിക്കപ്പെട്ട് പറന്നുയർന്ന കർത്താവിന്റെ കന്തയായി തീരണമെങ്കിൽ അതേ വിശുദ്ധി നമുക്ക് ആവശ്യമാണ്. കർത്താവ് വിശുദ്ധിയിൽ ജീവിച്ചു, കർത്താവ് താഴ്മയിൽ ജീവിച്ചു, കർത്താവ് സ്നേഹത്തിൽ ജീവിച്ചു, കർത്താവ് പിതാവിനെ പ്രസാദിപ്പിച്ചുകൊണ്ട് ജീവിച്ചു, കർത്താവ് ദൈവഹിതം മാത്രം ചെയ്തുകൊണ്ട് ജീവിച്ചു. അതെ, ആ നാമം ഈ ലോകത്തിലായിരിക്കുമ്പോൾ കർത്താവിന്റെ ഹിതം മനസ്സിലാക്കിക്കൊണ്ട് വിശുദ്ധിയിൽ ജീവിക്കണം, താഴ്മയിൽ ജീവിക്കണം, അനുസരണത്തിൽ ജീവിക്കണം, ദൈവ സ്നേഹത്തിൽ ജീവിക്കണം, ദൈവ ഇഷ്ടം ചെയ്തുകൊണ്ട് ജീവിക്കണം, ദൈവത്തെ പ്രസാദിപ്പിച്ചുകൊണ്ട് ജീവിക്കണം. അങ്ങനെ ഒരു ജീവിതം ചെയ്താൽ കർത്തൃകാഹളത്തിന്റെ ശബ്ദം കേൾക്കുമ്പോൾ നമുക്ക് തേജസ്കരിക്കപ്പെട്ട പറന്നു പോകുവാൻ, തന്റെ കന്തയായി തീരുവാൻ സാധ്യമായി തീരും. ഇന്ന് ആ പകൽക്കാലം ഈ വിവാഹ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരും കർത്തൃകാഹളം ധ്വനിക്കുമ്പോൾ കർത്താവിന്റെ കാന്തയായി, കർത്താവിന്റെ മുന്നിൽ നിർത്തപ്പെടുവാൻ പ്രാപ്തരായി, യോഗ്യരായി തീരട്ടെ എന്ന് ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുകയാണ്. അപ്പോൾ അടുത്ത ഒരു ചോദ്യമുണ്ടാകാം, ഭൂമിയിൽ ജനിച്ച ഒരു മനുഷ്യന്
എങ്ങനെ വിശുദ്ധനായി ജീവിക്കുവാൻ കഴിയും? അതിന് ദൈവം തന്നിരിക്കുന്ന ചില മുഖാന്തരങ്ങളുണ്ട്. ഒന്ന്, കർത്താവായ യേശുക്രിസ്തുവിന്റെ ക്രൂശീകരണത്തിൽ വിശ്വസിച്ച് പാപങ്ങളെ ഏറ്റുപറഞ്ഞുപേക്ഷിച്ച് കർത്താവിന്റെ പുണ്യാഹ രക്തത്താൽ കഴുകൽ പ്രാപിക്കണം. അതാണ് 1 യോഹന്നാൻ 1-ാം 7, 8, 9 വാക്യങ്ങളിൽ നമ്മൾ വായിക്കുന്നു. അവന്റെ പുത്രനായ യേശുവിന്റെ രക്തം സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്നു. മനുഷ്യന്റെ ജീവിതത്തിൽ പാപക്കറ മാറ്റി ശുദ്ധീകരിക്കുവാൻ യേശുവിന്റെ രക്തമല്ലാതെ മറ്റൊന്നില്ലെന്ന് വേദപുസ്തകം ഓർപ്പിക്കുമ്പോൾ ലോകത്തിൽ ജ്ഞാനികളായ സകല മനുഷ്യരും അത് അംഗീകരിച്ച സത്യമാണ്. ജ്ഞാനപീഠം അവാർഡ് നേടിയ മഹാകവി ജി ശങ്കരക്കുറുപ്പ് ഇപ്രകാരം പാടി: പാപം ഹനിച്ചു പാരിന് വിണ്ണേറുവാൻ പാത കാണിക്കും കുരിശ ജയിക്കുക. പാപം ഹനിച്ചു പാരിന് വിണ്ണേറുവാൻ. ആ വാക്കുകൾ നമ്മൾ ശ്രദ്ധിക്കണം. പാരിൽ നിന്ന് വിണ്ണേറണമെങ്കിൽ, ഈ ഭൂമി വിട്ട് സ്വർഗത്തിൽ പോകണമെങ്കിൽ പാപം ഹനിക്കപ്പെടണം. പാപം ഹനിച്ചു പാരിന് വിണ്ണേറുവാൻ പാത കാണിക്കുന്നത് ക്രൂശ് മാത്രമാണ്. അതുകൊണ്ടാണ് അപ്പോസ്തലനായ വിശുദ്ധ പൗലോസ് ഓർപ്പിച്ചത്, നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന്റെ കീഴിൽ ഭൂമിക്ക് മുകളിൽ നൽകപ്പെട്ട മറ്റൊരു നാമമില്ല. യേശുവിന്റെ രക്തത്താൽ കഴുകൽപ്പെടുമ്പോൾ പ്രാപിക്കുമ്പോൾ വിശുദ്ധീകരണത്തിന്റെ പ്രവൃത്തി ആരംഭിക്കുകയാണ്. അടുത്തതായി നമ്മൾ ചിന്തിച്ചാൽ യോഹന്നാന്റെ സുവിശേഷം 17-ാം അധ്യായത്തിന്റെ 17-ാം വാക്യത്തിൽ വായിക്കുമ്പോൾ, നിന്റെ വചന സത്യമാണ്, സത്യത്താൽ ഇവരെ വിശുദ്ധീകരിക്കണം എന്ന് പറഞ്ഞാൽ വചനത്താൽ ഒരു വിശുദ്ധീകരണമുണ്ട്. അത് ആരംഭിക്കുന്നത് ജലസ്നാനത്തിലാണ്. ജലസ്നാനത്തിൽ അത് ആരംഭിക്കുമ്പോൾ ദൈവത്തിന്റെ വചനത്തെ അനുസരിക്കാമെന്നുള്ള ഒരു സമർപ്പണമാണ് ജലസ്നാനം. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ അഭിഷിക്ത ശുശ്രൂഷകരുടെ കീഴിൽ വചനാനുസൃതമായി വിശ്വസിച്ച് മനസാന്തരപ്പെട്ടതിനു ശേഷം സ്നാനം സ്വീകരിക്കണം. ആ സ്നാനത്തെ തള്ളിക്കളഞ്ഞാൽ ദൈവം ആഗ്രഹിക്കുന്ന വിശുദ്ധീകരണം ഒരിക്കലും പ്രാപിക്കുവാൻ കഴിയില്ല. അങ്ങനെ സ്നാനപ്പെട്ട വ്യക്തി റോമാലേഖനം 15-ാം അധ്യായത്തിന്റെ 15-ാം വാക്യത്തിൽ ഓർപ്പിക്കും പോലെ പരിശുദ്ധാത്മാവിന്റെ അത്യന്ത ശക്തിയാൽ വിശുദ്ധീകരിക്കപ്പെടണം. കാത്തിരുന്ന ആത്മശക്തിയെ പ്രാപിക്കണം. ആത്മാവിനാൽ നടത്തപ്പെടണം. ആത്മാവിനാൽ ക്രിസ്തുവിന്റെ ദിവ്യ സ്വഭാവത്തിന് അനുരൂപരായി തീരണം. പരിശുദ്ധാത്മാവിന്റെ അത്യന്ത ശക്തിയാൽ ഓരോ ദിവസവും ദൈവ തേജസ്സിൽ വളർന്നുകൊണ്ടിരിക്കണം. തേജസ്സിന്റെ മേൽ തേജസ് പ്രാപിച്ച തന്റെ കാന്തയെ ചേർക്കുവാൻ യേശു വരാറായി. നമുക്ക് ഈ വിവാഹ ശുശ്രൂഷ നിമിത്തമായി നമ്മുടെ ആത്മീയ ജീവിതത്തെ കർത്താവിന്റെ വരവിനായി ഒരുക്കുവാൻ സ്വർഗം സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്ന് വരെയും ഈ പ്രിയ കുഞ്ഞുങ്ങളെ കാത്തു സൂക്ഷിച്ചു പരിപാലിച്ച് അനുഗ്രഹിച്ചു നടത്തിയ സ്വർഗീയ കരങ്ങൾ കൊണ്ട് അവരെ കൂട്ടിയോജിപ്പിച്ച് ഒരു കുടുംബമാക്കി തീർത്ത് അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളെ അവസാനിപ്പിക്കുന്നു. ദയവായി കർത്താവ് നമ്മെ അനുഗ്രഹിക്കട്ടെ. രാജാധിരാജൻ തൻ കാന്തേക്ക് വേഗം മേഘത്തേരിൽ വരുന്നു. രാജാധിരാജൻ തൻ കാന്തേക്ക് വേഗം മേഘത്തേരിൽ വരുന്നു. മണവാളനെ വേഗം എതിരേൽപ്പാനായി ഒരുങ്ങിടാം ശുദ്ധരായി നാം. മണവാളനെ വേഗം എതിരേൽപ്പാനായി ഒരുങ്ങിടാം ശുദ്ധരായി നാം. നിങ്ങൾക്ക് രണ്ടുപേർക്കും എഴുന്നേറ്റ് നിൽക്കാം. ഇപ്പോൾ ഈ വിവാഹ ശുശ്രൂഷയുടെ അതിപ്രാധാന്യമേറിയ ഘട്ടത്തിലേക്ക് നമ്മൾ കടന്നു വന്നിരിക്കുകയാണ്. ഈ പ്രിയപ്പെട്ടവരെ സ്നേഹിക്കുന്ന എല്ലാവർക്കും ചെയ്യുവാൻ കഴിയുന്ന ഒരു വസ്തുത ഇവർക്കായി പ്രാർത്ഥിക്കുക എന്നുള്ളതാണ്. ഇവരെ സ്നേഹിക്കുന്ന മാതാപിതാക്കന്മാർ, സഭാ വിശ്വാസികൾ, കർത്തൃ ശുശ്രൂഷകർ, ബന്ധുമിത്രാദികൾ, സ്നേഹിതർ, ചർച്ചക്കാർ എല്ലാവർക്കും ഒരുപോലെ ചെയ്യുവാൻ കഴിയുന്ന ഒരു വസ്തുത ഇവരെ ജീവിതത്തിന്റെ അനുഗ്രഹത്തിനായി സർവശക്തനായ ദൈവം അവരെ കൂട്ടിയോജിപ്പിക്കേണ്ടതിനായി പ്രാർത്ഥിക്കുക എന്നുള്ളതാണ്. നമുക്ക് എല്ലാവർക്കും ചേർന്ന് ഒരു നിമിഷം പ്രാർത്ഥിക്കാം. ആമേൻ. കർത്താവേ, സ്തോത്രം, 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 സ്തോത്രം പിതാവേ. പരിശുദ്ധ പിതാവേ, നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ സ്തുതിക്കുന്നു. നിന്റെ മക്കൾക്ക് കർത്താവേ, ബാല്യം മുതൽ നീ ആശ്രയമായി അവരോട് കൂടെ ഇരുന്നവരെ കാത്തു സൂക്ഷിച്ചു പരിപാലിച്ചു അനുഗ്രഹിച്ചു ജീവനും ഭക്തിക്കും ആവശ്യമായതെല്ലാം ദാനമായി കൊടുത്തവൻ കൃപയ്ക്കായി സ്തുതിക്കുന്നു. കർത്താവ്
കർത്താവേ, ഈ പകൽക്കാലം നിന്റെ മക്കളെ നിന്റെ സർവശക്തിയുള്ള കരം കൊണ്ട് കൂട്ടിയോജിപ്പിച്ച ഒരു കുടുംബമാക്കി തീർത്ത് അനുഗ്രഹിക്കേണ്ടതിനായി ഞങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു, തൃക്കരങ്ങളിൽ ഏൽപ്പിക്കുന്നു, യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. വേഗം തൻ മണവാട്ടി ആക്കിടുമെന്നെയെന്ന് വെക്കം തൻ മണവാട്ടി ആക്കിടുമെന്നെയെന്ന് വാക്കുണ്ടെനിക്കു തന്റെ നീക്കമില്ലതിനൊട്ടും വാക്കുണ്ടെനിക്കു തന്റെ നീക്കമില്ലതിനൊട്ടും യേശു എൻ അടിസ്ഥാനം ആശയവനിലത്രേ യേശു എൻ അടിസ്ഥാനം ആശയവനിലത്രേ ആശ്വാസത്തിൻ പൂർണ്ണത യേശുവിൽ കണ്ടേ ഞാനും ആശ്വാസത്തിൻ പൂർണ്ണത യേശുവിൽ കണ്ടേ ഞാനും. ഫെസിൻ ആകുന്ന ഞാൻ, ബെറ്റ്സി ആകുന്ന നിന്നെ എൻ്റെ ഭാര്യയായി സ്വീകരിച്ചുകൊള്ളുന്നു. സുഖത്തിലും ദുഃഖത്തിലും സമ്പത്തിലും ദാരിദ്ര്യത്തിലും ഉയർച്ചയിലും താഴ്ചയിലും ബലത്തിലും ബലഹീനതയിലും ദൈവം നമ്മെ നടത്തുന്ന ഏത് അവസ്ഥയിലും ഞാൻ നിന്നോട് മാത്രം ചേർന്നിരുന്ന് നിന്നെ സ്നേഹിച്ച് ബഹുമാനിച്ച് ശുശ്രൂഷിച്ച് നിനക്ക് ചെയ്യേണ്ടതായ എല്ലാ കടപ്പാടുകളും നന്നായി ചെയ്തു കൊള്ളാമെന്നും മരണത്താൽ അല്ലാതെ നാം നമ്മിൽ വേർപിരിയുകയില്ല എന്നും പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ വിശുദ്ധ ദൂതന്മാരെ സാക്ഷിയാക്കി വിശുദ്ധ സഭ മുൻപാകെ ഞാൻ നിന്നോട് ഉടമ്പടി ചെയ്യുന്നു. അങ്ങനെ സാക്ഷി നിൽക്കും നിൻ മനമേ സുപ്പുരമേ കരാറിന് സാക്ഷി നിൽക്കും നിൻ മനമേ. ബെറ്റ്സിയാകുന്ന ഞാൻ, ഫെസിനാകുന്ന അങ്ങയെ എൻ്റെ ഭർത്താവായി സ്വീകരിച്ചു കൊള്ളുന്നു. സുഖത്തിലും ദുഃഖത്തിലും സമ്പത്തിലും ദാരിദ്ര്യത്തിലും ഉയർച്ചയിലും താഴ്ചയിലും ബലത്തിലും ബലഹീനതയിലും ദൈവം നമ്മെ നടത്തുന്ന ഏതവസ്ഥയിലും ഞാൻ അങ്ങയോടെ മാത്രം ചേർന്നിരുന്ന് അങ്ങയെ സ്നേഹിച്ച് ബഹുമാനിച്ച് ശുശ്രൂഷിച്ച് അനുസരിച്ച് കീഴ്പ്പെട്ട് അങ്ങയ്ക്ക് ചെയ്യേണ്ടതായ എല്ലാ കടപ്പാടുകളും നന്നായി ചെയ്തു കൊള്ളാമെന്നും മരണത്താലല്ലാതെ നാം തമ്മിൽ വേർപിരിയുകയില്ല എന്നും പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ വിശുദ്ധ ദൂതന്മാരെ സാക്ഷിയാക്കി വിശുദ്ധ സഭ മുമ്പാകെ ഞാൻ അങ്ങയോട് ഉടമ്പടി ചെയ്യുന്നു. അങ്ങനെ തന്നെ സാക്ഷി നിൽക്കും നൻ മനമേ സുപ്പുരമേ കരാറിന് സാക്ഷി നിൽക്കും നൻ മനമേ സ്വർഗസ്ഥനേ ദമ്പതികൾ ആശീർവാദം
ഈകിടട്ടെ സ്വർഗസ്ഥനീ ദമ്പതികൾ ആശീർവാദം ഈകിടട്ടെ. ഭാഗ്യനാൾ ഭാഗ്യനാൾ ദൈവം സംയോജിപ്പിച്ച നാൾ. ഭാഗ്യനാൾ ഭാഗ്യനാൾ ദൈവം സംയോജിപ്പിച്ച നാൾ. പരിശുദ്ധ പിതാവേ, അവിടുത്തെ സർവശക്തിയുള്ള കരങ്ങൾ കൊണ്ട് നിന്റെ മക്കളെ കൂട്ടിയോജിപ്പിച്ച് ഒരു കുടുംബമാക്കി തീർത്തിരിക്കാൻ സ്തോത്രം. അവിടുത്തെ തൃകരങ്ങളിൽ ഏൽപ്പിക്കുന്നു, യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ. വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 19-ാം അധ്യായത്തിന്റെ 3 മുതൽ ഉള്ളതായ വാക്യങ്ങൾ. പരീശന്മാർ അവന്റെ അടുക്കൽ വന്നു, ഏത് കാരണം ചൊല്ലിയും ഭാര്യ ഉപേക്ഷിക്കുന്നത് വിഹിതമോ എന്ന് അവനെ പരീക്ഷിച്ച് ചോദിച്ചു. അതിന് അവൻ സൃഷ്ടിച്ചവൻ ആദിയിൽ അവരെ ആണും പെണ്ണുമായി സൃഷ്ടിച്ചു എന്നും അത് നിമിത്തം മനുഷ്യൻ അപ്പനെയും അമ്മയെയും വിട്ട് ഭാര്യയോട് പറ്റിച്ചേരും, ഇരുവരും ഒരു ദേഹമായി തീരും എന്നരുളി ചെയ്തു എന്നും നിങ്ങൾ വായിച്ചിട്ടില്ലയോ? അതുകൊണ്ട് അവർ മേലാൽ രണ്ടല്ല ഒരു ദേഹമത്രേ ആകയാൽ ദൈവം യോജിപ്പിച്ചതിനെ മനുഷ്യൻ വേർപിരിക്കരുത് എന്ന് ഉത്തരം പറഞ്ഞു. ഇവർ ഇരുവരും ദൈവസന്നിധിയിൽ ചെയ്ത ഉടമ്പടി വാചകം നിമിത്തമായി ഭാര്യ ഭർത്താക്കന്മാർ ആയി തീർന്നിരിക്കുന്നു എന്ന് പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ദൈവസഭയിൽ അറിയിച്ചുകൊള്ളുന്നു. ദൈവം യോജിപ്പിച്ചതിനെ മനുഷ്യൻ വേർപിരിക്കരുത്. അവർ ദൈവസന്നിധിയിൽ ചെയ്തതായ ഉടമ്പടി വാചകത്തിന് ഒത്തവണ്ണം ജീവിതത്തിന്റെ അവസാനം വരെയും വിശ്വസ്തരായി ജീവിക്കുവാൻ ആവശ്യമായ കൃപയും ദൈവികമായിരിക്കുന്ന ജ്ഞാനവും ദൈവം നൽകി അവരെ അനുഗ്രഹിക്കേണ്ടതിനായി എല്ലാവരും ചേർന്ന് പ്രാർത്ഥിക്കാം. പരിശുദ്ധ പിതാവേ, സ്തോത്രം സ്തോത്രം. ദൈവസന്നിധിയിൽ നിന്റെ മക്കൾ ചെയ്ത ഉടമ്പടി വാചകത്തിന്റെ മേൽ സ്വർഗം മുദ്ര വെച്ചിരിക്കാൻ നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ സ്തുതിക്കുന്നു. ആ ഉടമ്പടിക്ക് ഒത്തവണ്ണം ജീവിതത്തിന്റെ അവസാനം വരെയും വിശ്വസ്തയോടെ ജീവിക്കുവാൻ ആവശ്യമായ കൃപയും ജ്ഞാനവും ദൈവികമായ ആലോചനകളും കൊടുത്ത നിന്റെ മക്കളെ സഹായിക്കണമേ, അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിച്ച് തൃക്കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു, യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ. സ്തോത്രം. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. നമ്മൾ ആഗ്രഹിച്ച് പ്രാർത്ഥിച്ച് ദൈവസന്നിധിയിൽ കടന്നു വന്നതിന് ഒത്തവണ്ണം പ്രിയ കുഞ്ഞുങ്ങളുടെ വിവാഹ ശുശ്രൂഷയെ കർത്താവ് തന്നെ ഭാരമേറ്റ് നടത്തി അനുഗ്രഹമാക്കി തീർത്തതോർത്ത് ആദ്യമായി ദൈവത്തെ സ്തുതിക്കുകയാണ്. ഭൂമിയിൽ ഏത് മനുഷ്യനും ആഗ്രഹിക്കുന്ന അഥവാ കുടുംബ ജീവിതത്തിലേക്ക് പ്രവേശിച്ചവരും ഇനിയും കുടുംബ ജീവിതത്തിലേക്ക് പ്രവേശിക്കുവാൻ ആഗ്രഹിക്കുന്നവരും ഒരുപോലെ ഇച്ഛിക്കുന്ന ആഗ്രഹിക്കുന്ന ഒരു വസ്തുതയാണ് തങ്ങളുടെ ഈ ലോകത്തിലെ ജീവിതം ഏറ്റവും ധന്യമായിരിക്കണം, അത് അനുഗ്രഹകരമായിരിക്കണം, അത് ദൈവത്തിന് പ്രസാദകരമായിരിക്കണം, മറ്റുള്ളവർക്ക് അത് അനുകരണീയമായിരിക്കണം. എല്ലാവരും അത് ആഗ്രഹിക്കുന്നു എങ്കിലും എല്ലാവർക്കും അത് സാധ്യതമായി തീരുന്നില്ല എന്ന ലോക സംഭവങ്ങളിലൂടെ നമ്മുടെ ചുറ്റുവട്ടത്ത് നടക്കുന്ന ഓരോ അനുഭവങ്ങളിലൂടെ നമുക്ക് ചിന്തിക്കുവാൻ കഴിയുകയാണ്. എന്തുകൊണ്ട് അങ്ങനെ സംഭവിക്കുന്നു എന്ന് ചോദിച്ചാൽ, അഥവാ ഒരു മനുഷ്യന്റെ കുടുംബ ജീവിതം ഏറ്റവും ധന്യമായി അനുഗ്രഹമായിരിക്കണം എങ്കിൽ എങ്ങനെ അത് സാധ്യതമായി തീരും? തിരുവചനത്തിന്റെ വെളിച്ചത്തിൽ നമ്മൾ ചിന്തിക്കുമ്പോൾ അതിന് ദൈവം നൽകിയിരിക്കുന്ന ചില കൽപ്പനകളുണ്ട്. ആ കൽപ്പനകളിൽ മനുഷ്യൻ വിശ്വസ്തനായിരിക്കേണ്ടത് ആവശ്യമാണ്. ചുരുങ്ങിയ വാക്കുകളിൽ അത് ഓർപ്പിച്ച് ഞാൻ അവസാനിപ്പിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. ആദ്യമായി നമ്മൾ ചിന്തിക്കുമ്പോൾ മലാക്കി പ്രവചനം 2-ാം അധ്യായത്തിന്റെ 15-ാം വാക്യത്തിൽ അത് ഭർത്താക്കന്മാരെ വിളിച്ച് ഓർപ്പിക്കുകയാണ്. വായിച്ചാട്ടെ.
തന്റെ യൗവനത്തിലെ ഭാര്യയോട് ആരും അവിശ്വസ്തത കാണിക്കരുത്. ആരും അവിശ്വസ്തത കാണിക്കരുത്. അപ്പോൾ കുടുംബജീവിതത്തിന്റെ ഭദ്രതയ്ക്ക് ഏറ്റവും അത്യന്താപേക്ഷിതമായിരിക്കുന്ന ഒരു വസ്തുത വിശ്വസ്തരായിരിക്കണം. അവിടെ പ്രവാചകൻ അത് ഓർപ്പിക്കുമ്പോൾ ഭർത്താക്കന്മാരോടാണ് ഓർപ്പിക്കുന്നത്. അങ്ങനെ അവിടെ എഴുതിയിട്ടില്ല എങ്കിലും യൗവനത്തിലെ ഭാര്യയോട് എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഭർത്താവിനോടാണ്. അതേസമയം ഭർത്താവ് ഭാര്യയോട് വിശ്വസ്തത പുലർത്തണം, ഭാര്യ ഭർത്താവിനോടും വിശ്വസ്തത പുലർത്തണം. ആ കുടുംബ ബന്ധത്തിന് മാത്രമേ നിലനിൽക്കുവാൻ കഴിയൂ. അപ്പോൾ പരസ്പരം വിശ്വസ്തരായിരിക്കണം. അതുപോലെ ഈ കാലഘട്ടത്തിനനുസരിച്ച് നമ്മൾ ചിന്തിച്ചാൽ വിശ്വസ്തരായിരിക്കണം. അപ്പോൾ തന്നെ പരസ്പരം വിശ്വാസ്യതയുള്ളവരുമായിരിക്കണം. ഭർത്താവിന്റെ ഹൃദയം ഭാര്യയെ വിശ്വസിക്കണം, ഭാര്യയുടെ ഹൃദയം ഭർത്താവിനെയും വിശ്വസിക്കണം. പരസ്പര വിശ്വസ്തതയും വിശ്വാസ്യതയും ഉണ്ടെങ്കിൽ കുടുംബജീവിതം ഭദ്രമായിരിക്കും. അടുത്തതായി ഓർപ്പിക്കുമ്പോൾ എഫെസ്യ ലേഖനം 5-ാം അധ്യായത്തിന്റെ 25-ാം വാക്യത്തിൽ വായിക്കുമ്പോൾ ഭർത്താവിനോട് ഓർപ്പിക്കുന്ന വസ്തുതയുണ്ട്. ഭർത്താക്കന്മാരെ ക്രിസ്തു സഭയെ സ്നേഹിച്ചതുപോലെ നിങ്ങളുടെ ഭാര്യമാരെ സ്നേഹിപ്പീൻ. ഭർത്താവ് ഭാര്യയെ സ്നേഹിക്കണം. അത് ഭർത്താവിൽ നിക്ഷിപ്തമായ ഒരു ഉത്തരവാദിത്വം, ഒരു കടപ്പാടാണ്. ഭാര്യയെ സ്നേഹിക്കണം. അപ്പോൾ ചിന്തിക്കും, സ്നേഹിക്കുക എന്ന് പറയാൻ എന്താ ബുദ്ധിമുട്ട്? ഏറ്റവും ചെറിയൊരു വാക്ക്, സ്നേഹിക്കുന്നു. ഞാൻ നിന്നെ സ്നേഹിക്കുന്നു എന്ന് പറയാൻ എന്താ ഇത്ര ബുദ്ധിമുട്ട്? ഒരു ബുദ്ധിമുട്ടുള്ള കാര്യമല്ല. ചിലപ്പോഴേ വിവാഹമൊക്കെ കഴിഞ്ഞ കുടുംബജീവിതം ആരംഭിച്ച് വർഷങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ ഓരോ വർഷവും വെഡിങ് ആനിവേഴ്സറി ഒക്കെ വരുമ്പോൾ ചിലപ്പോൾ സമ്മാനമൊക്കെ വാങ്ങിച്ചു കൊടുക്കും. സമ്മാനം വാങ്ങിക്കൊടുക്കുന്നതിന് ഞങ്ങൾ തടസ്സമാണെന്നല്ല ഞാൻ പറയുന്നത്. സമ്മാനം വാങ്ങിക്കൊടുക്കുന്നത് നല്ലതായിരിക്കും. പക്ഷേ അതാണോ സ്നേഹം? അല്ല. സ്നേഹം എന്ന് പറയുമ്പോൾ ആ സ്നേഹത്തെ അപ്പോസ്തലനായ വിശുദ്ധ പൗലോസ് 2 കാര്യത്തോട് സാദൃശ്യീകരിച്ചാണ് ഓർപ്പിക്കുന്നത്. ഒന്ന്, ക്രിസ്തു സഭയെ സ്നേഹിക്കുന്നു. ക്രിസ്തു സഭയെ സ്നേഹിക്കുന്നു. ക്രിസ്തു സഭയെ സ്നേഹിക്കുന്നു എന്ന് പറയുന്നത് ഒരു ത്യാഗനിർഭരമായ സ്നേഹമാണ്. നമ്മളൊരു നിമിഷം ഒന്ന് ചിന്തിക്കണം. ദൈവം നമ്മെ സ്നേഹിച്ചു, ക്രിസ്തു നമ്മെ സ്നേഹിച്ചു. അതുകൊണ്ട് എന്താ സംഭവിച്ചത്? സ്വർഗമഹിമ വെടിഞ്ഞ് താണ ലോകത്തിൽ വന്നു. ഈ ലോകത്തിൽ വന്നപ്പോൾ ഒരു മരക്കുരിശും വലിയ 3 കാര്യം പാണിയും അവസാനം തലയിൽ ഒരു മുൾക്കിരീടവും അതാ യേശുവിന് കിട്ടിയത്. ഇനി നമ്മൾ നിത്യതയിൽ ചെല്ലുമ്പോഴോ ഏകജാതനായ പുത്രൻ ആദിജാതനായി തീരുമ്പോൾ ക്രിസ്തുവിനുള്ളതെല്ലാം നമ്മോട് പങ്കുവയ്ക്കുകയാണ്, ഷെയർ ചെയ്യുകയാണ്. അതൊരു ത്യാഗനിർഭരമായ സ്നേഹമാണ്. അപ്പോൾ ഭർത്താവ് ഭാര്യയെ സ്നേഹിക്കുക എന്ന് പറഞ്ഞാൽ അത് ത്യാഗനിർഭരമായ സ്നേഹമായിരിക്കണം. അടുത്തത്, ഒരു മനുഷ്യൻ തന്റെ സ്വന്തം ശരീരത്തെ സ്നേഹിക്കുന്നത് പോലെ സ്നേഹിക്കണം. അപ്പോൾ സ്വന്തം ശരീരത്തെ ആരും ഒരു നാളും പകച്ചിട്ടില്ലല്ലോ. അഥവാ സ്വന്തം ശരീരത്തെ ആരെങ്കിലും ഉപദ്രവിക്കുമോ? ഇല്ല. സ്വന്തം ശരീരത്തെ ഉപദ്രവിക്കുന്ന മനുഷ്യനെ ലോകം എന്ത് പറയുമെന്ന് നമുക്കറിയാം. ആരും തന്റെ സ്വന്തം ശരീരത്തെ ഉപദ്രവിക്കുന്നില്ല. നമ്മുടെ ശരീരത്തെ കുറിച്ച് നമുക്ക് എത്ര കരുതലാണെന്നറിയാമോ? നമ്മുടെ ശരീരത്തിന് ഭക്ഷണം, വസ്ത്രം, വിശ്രാമം ഇതൊക്കെ നമ്മൾ വളരെ ജാഗ്രതയാണ്. അല്പം ഉറക്കം കുറഞ്ഞു പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ അതെ നമ്മുടെ വിശ്രമത്തെ കുറിച്ച് നമ്മൾ ചിന്തിക്കും. അങ്ങനെയാണെങ്കിൽ സ്വന്തം ശരീരത്തെ പോലെ സ്നേഹിക്കണം. അതാണ് ഭാര്യാഭർത്തൃ ബന്ധത്തിൽ ഭർത്താവിൽ നിന്നും ഭാര്യയ്ക്ക് ലഭിക്കേണ്ട സ്നേഹം. അത് ത്യാഗനിർഭരമായിരിക്കണം. ആ സ്നേഹത്തിൽ ഒരു കരുതൽ ഉണ്ടായിരിക്കണം. അടുത്തതായി അവിടെ ഓർപ്പിക്കുമ്പോൾ ഭർത്താവ് ഭാര്യയെ പോറ്റിപ്പുലർത്തിക്കൊള്ളണം എന്ന് പറഞ്ഞാൽ ഭാര്യയുടെ ആവശ്യങ്ങളെ കുറിച്ച് ഭർത്താവിന് കരുതൽ ഉണ്ടായിരിക്കണം. അതാണ് പോറ്റിപ്പുലർത്തുക എന്ന വാക്കുകൊണ്ട് ചിന്തിക്കുവാൻ സാധിക്കും. ഇനി വീണ്ടും നമ്മൾ ചിന്തിക്കുമ്പോൾ കൊലോസ്യ ലേഖനം 3-ാം അധ്യായത്തിന്റെ 19-ാം വാക്യത്തിൽ പറയുന്നത് ഭാര്യയോട് ഒരിക്കലും കയ്പായിരിക്കരുത്. ഭാര്യയോട് കയ്പായിരിക്കരുത്. എന്തുകൊണ്ടായിരിക്കും ഈ കയ്പായിരിക്കരുതെന്ന് ഓർപ്പിക്കുന്നത്? അതിന് പ്രത്യേക കാരണമുണ്ട്. മാനുഷിക ജീവിതത്തിൽ ഇപ്പോൾ ഒരു മനുഷ്യൻ കുടുംബജീവിതത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ മനസ്സിൽ ചില സങ്കല്പമൊക്കെ ഉണ്ടായിരിക്കും. ചിലപ്പോഴേ ബസിന്റെ മനസ്സിലിരിക്കുന്ന സങ്കല്പം എന്താണെന്ന് എനിക്കറിയില്ല. ചിലപ്പോൾ താൻ ചിന്തിക്കുന്ന എൻ്റെ ഭാര്യ വീട്ടിലേക്ക് വരുമ്പോൾ നല്ല ഒരു പാചക വിദഗ്ധയായിരിക്കണം. ബെറ്റ്സി പാചക വിദഗ്ധയാണോ എന്ന് എനിക്കറിഞ്ഞുകൂടാ. ചിലപ്പോൾ വിവാഹം കഴിച്ച് വരുമ്പോൾ ഒരു നല്ല ചായ ഉണ്ടാക്കാൻ പോലും അറിയില്ലായിരിക്കും. ഒരിക്കൽ നമ്മുടെ ഒരു കുട്ടിയെ വിവാഹം കഴിച്ച് ദുബൈയിലേക്ക് പോയി. ആ കുട്ടിയെ BSc നഴ്സിംഗ് പഠിച്ചുകൊണ്ടിരുന്നു. നഴ്സിംഗ് കഴിഞ്ഞു, ജോലിയും കിട്ടി, കുറേ നാൾ ജോലിയൊക്കെ ചെയ്തു. പിന്നെ വിവാഹം കഴിഞ്ഞാൽ ദുബൈയിലേക്ക് പോയി. ദുബൈയിലേക്ക് ചെന്ന് കഴിഞ്ഞപ്പോൾ ഭർത്താവിന് അല്പം അവിയൽ കഴിക്കണം. അപ്പോൾ ഈ കുട്ടിക്ക് അവിയൽ ഉണ്ടാക്കാൻ അറിഞ്ഞുകൂടാ. ഉടനെ
സാധനങ്ങളെല്ലാം അരിഞ്ഞരിഞ്ഞ പല പാത്രത്തിലാക്കി വെച്ചിട്ട് വീട്ടിലേക്ക് അമ്മയെ വിളിച്ചോട്ട് ചോദിച്ചു, അമ്മ അവിയൽ വെക്കുമ്പോൾ എല്ലാം കൂടെ ഒരുമിച്ച് ഒരു അടുപ്പിലേക്ക് വെക്കുകയാണോ അതോ പല പ്രാവശ്യമായിട്ടാണോ? ചിലർക്ക് അത്രയൊക്കെ അറിയോ. അറിഞ്ഞില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, അല്പം കഴിയുമ്പോൾ എല്ലാം പഠിച്ചോളും, കുറേശ്ശെ പഠിച്ചോളും. അപ്പോൾ ഞാൻ പറഞ്ഞത്, ചിലപ്പോൾ ഏതെങ്കിലും ഒക്കെ കാര്യത്തിൽ സങ്കല്പത്തിനൊത്ത ഉയരുവാൻ കഴിയുന്ന ഒരു വ്യക്തിത്വമായിരിക്കണമെന്നില്ല. കാലങ്ങൾ കഴിയുമ്പോഴാണ് അതൊക്കെ സാധ്യമായി തീരുന്നത്. അപ്പോൾ ഏതെങ്കിലും ഒരു കാര്യത്തിൽ ഒരു താഴ്ചയോ ഒരു വീഴ്ചയോ ഒരു കുറവോ വന്നാൽ അതെല്ലാം ഹൃദയത്തിൽ കരുതി വെച്ചുകൊണ്ട് കൂട്ടുകാരോട് പറഞ്ഞു, സ്നേഹിതരോട് പറഞ്ഞു, വീട്ടുകാരോട് പറഞ്ഞു, പിന്നെ ഇതെല്ലാം ഭാര്യയുടെ ചെവിയിലെത്തുമ്പോൾ ഭാര്യയ്ക്ക് ആകപ്പാടെ മനസ്സിനും ദുഃഖവും വേദനയും ഉണ്ടാവും. അപ്പോൾ എങ്ങനെ കുടുംബജീവിതം മധുരമാവും? അതുകൊണ്ടാണ് അപ്പോസ്തലൻ പറയുന്നത്, കയ്പായിരിക്കരുത്. ഭാര്യമാരോട് ഒരിക്കലും കയ്പായിരിക്കരുത്. കയ്പുള്ളിടത്ത് ദൈവത്തിന്റെ കൃപ വസിക്കത്തില്ലെന്ന് അപ്പോസ്തലനായ വിശുദ്ധ പൗലോസ് എബ്രായ ലേഖനത്തിൽ ഓർപ്പിക്കുകയാണ്. കയ്പുള്ള വേര് മുളച്ചാൽ ദൈവത്തിന്റെ കൃപ നഷ്ടപ്പെട്ടു പോകും. അതുകൊണ്ട് കയ്പൊരിക്കലും ഉണ്ടാകരുത്. സ്നേഹം ദീർഘമായി ക്ഷമിക്കുന്നു. സ്നേഹം ഒരിക്കലും ദോഷം കണക്കിടുന്നില്ല. അപ്പോൾ ഒരിക്കലും കയ്പായിരിക്കരുത്. അടുത്തതായി നമ്മൾ ചിന്തിക്കുമ്പോൾ 1 പത്രോസ് 3-ാം അധ്യായത്തിൽ അപ്പോസ്തലനായ വിശുദ്ധ പൗലോസ് പറയുന്നത്, ഭർത്താവ് ഭാര്യയെ ബഹുമാനിക്കണം. ഇപ്പോൾ ഉടമ്പടി വാചകൻ ചൊല്ലിക്കൊടുത്തപ്പോഴും അത് ഓർപ്പിക്കുവാനിടയായി. ഭർത്താവ് ഭാര്യയെ ബഹുമാനിക്കണം. എന്താ ഈ ബഹുമാനിക്കുക എന്ന് പറഞ്ഞാൽ? ഇപ്പോൾ ഫസിന് വീട്ടിലിരിക്കുമ്പോൾ ബെറ്റ്സി എവിടെയെങ്കിലും യാത്രയൊക്കെ പോയി തിരിച്ച് വീട്ടിലേക്ക് കയറി വരികയാണ്. ഉടനെ ഫസിന് അവിടെ ഇരിക്കുന്നിടത്ത് നിന്ന് എഴുന്നേറ്റ് നിൽക്കണം. അതാണോ ബഹുമാനം? അല്ല, അതല്ല ബഹുമാനം എന്ന് ഓർപ്പിക്കുന്ന. അതിനൊന്നും ആവശ്യകതയൊന്നുമില്ല. പിന്നെ എന്താണ് ഈ ബഹുമാനം എന്ന് പറഞ്ഞാൽ? ഭാര്യ ഒരു തനത് വ്യക്തിത്വമാണ്. ഭാര്യയ്ക്ക് ഭാര്യയുടേതായ ആശയങ്ങളൊക്കെ ഉണ്ടായിരിക്കും. ആ ആശയങ്ങൾക്ക് കൂടെ പ്രാധാന്യം കൊടുക്കണം. ഞാൻ പലപ്പോഴും വിവാഹ ശുശ്രൂഷ വേദിയിൽ പറഞ്ഞിട്ടുള്ളതാണ്. ഇവിടെയും ഒരുപക്ഷെ പലപ്പോഴും പറഞ്ഞിട്ടുണ്ടാവും. ഞാനൊരു സ്ഥലത്തിരിക്കുമ്പോൾ പുതുതായി കുടുംബജീവിതം ആരംഭിച്ച ഒരു ഭാര്യയും ഭർത്താവും അവരെ ഒരു വീട് വയ്ക്കുക. അപ്പോൾ വീട് വയ്ക്കുമ്പോൾ ഭാര്യ ഇടയ്ക്കിടയ്ക്ക് പോയി നോക്കിയിട്ട് വന്നിട്ട് ഭർത്താവിനോട് പറയും, ആ ജനല ഇന്നിടത്ത് വെച്ചാൽ നന്നായിരിക്കും, ആ വാതിൽ ഇവിടെ ആയിരുന്നെങ്കിൽ നന്നായിരുന്നു. ഇതിങ്ങനെ കേട്ട് ഭർത്താവിന് ആ കൂടി ഒരു തരം ഈർഷ്യയായി. അപ്പോൾ ഒരു ദിവസം ഇദ്ദേഹം എൻ്റെ അടുക്കൽ വന്ന് പറഞ്ഞു, ഞാൻ വീട് പണിയിക്കുകയാണ്, അതൊരു നല്ല ആർക്കിടെക്ചറാണ് ചെയ്യുന്നത്, അതിനൊരു എഞ്ചിനീയർ ഉണ്ട്, പിന്നെ എന്തിനാണ് ഈ സൗകര്യം ഇങ്ങനെ ഓടി വന്ന അഭിപ്രായം പറയുന്നത്? അപ്പോൾ ഞാനും ചിന്തിച്ചു, അതിന്റെ ആവശ്യം എന്താ? പക്ഷെ പിന്നെ ഞാനത് ചിന്തിച്ചെങ്കിലും പെട്ടെന്ന് എൻ്റെ മനസ്സിലൊരു ആശയം വന്നു. അപ്പോൾ ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു, നിങ്ങൾക്ക് വേറെ വീടുണ്ടോ? ഇല്ല, ഞാനൊരു വീട് വയ്ക്കുകയാണ്. അപ്പോൾ അവർക്ക് വേറെ വീടുണ്ടോ? ഇല്ല, ഞങ്ങൾക്ക് 2 പേർക്കും കൂടെ വീട്. അങ്ങനെയെങ്കിൽ നിങ്ങളുടെ വീട് അവളുടെ വീടും കൂടല്ലേ? അവൾ അവളുടെ വീട് എങ്ങനെ ആയിരിക്കണമെന്ന് അവൾക്കും ചില ആശയം കാണത്തില്ലേ? അതുകൊണ്ട് എല്ലാ ആശയവും പ്രാവർത്തികമാക്കാൻ കഴിയത്തില്ല. പ്രാവർത്തികമാക്കാൻ കഴിയുന്ന ആശയങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കണം. അത് സാധിക്കാതെ വരുമ്പോൾ അവരോട് പറഞ്ഞു മനസ്സിലാക്കണം, നമ്മൾ ഇങ്ങനെ ചെയ്താൽ അതിന് ഇന്ന ദോഷമുണ്ടാവും, ഇന്നത് ചെയ്താൽ ഇങ്ങനെയായിരിക്കും, അതുകൊണ്ട് നമുക്കത് ഉചിതമല്ല, ഇത് നമുക്ക് ഉചിതമാണ്. അപ്പോൾ പരസ്പര ധാരണയിൽ കുടുംബജീവിതം മുന്നോട്ട് പോകുവാൻ സാധിക്കും. അതാണ് ഈ ബഹുമാനിക്കുക എന്ന വാക്കുകൊണ്ട് അവിടെ നമുക്ക് ചിന്തിക്കുവാൻ കഴിയുന്നത്. ഇനി നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ ഭാര്യയ്ക്ക് നൽകുന്ന ചില ഉത്തരവാദിത്വങ്ങളുണ്ട്. ഭാര്യയ്ക്ക് നൽകുന്ന ഉത്തരവാദിത്വങ്ങളിൽ ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്ന 1-2 കാര്യങ്ങൾ ഓർപ്പിച്ച് വേഗത്തിൽ ഞാൻ അവസാനിപ്പിക്കട്ടെ. 1 പത്രോസ് 3-ാം അധ്യായത്തിന്റെ 6-ാം വാക്യത്തിൽ വായിക്കുമ്പോൾ ഭാര്യ എല്ലായ്പ്പോഴും ഭർത്താവിനെ അനുസരിക്കണം. ഇന്നത്തെ കാലത്ത് ഏറ്റവും ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്. കഴിഞ്ഞ ഒരു ഇടയിൽ യൗവനക്കാരുടെ ഇടയിൽ ഒരു സർവേ നടത്തി പോലും. സർവേ നടത്തിയത് ആരാണെന്ന് അറിയില്ല, ഞാനല്ല കേട്ടോ. അപ്പോൾ യൗവനക്കാരുടെ ഇടയിൽ ഒരു സർവേ നടത്തി. അപ്പോൾ പല പെൺകുട്ടികളും വിവാഹം കഴിക്കാൻ ഇഷ്ടപ്പെടുന്നില്ല. എന്താ കാരണം എന്ന് ചോദിച്ചാൽ, മറ്റൊരാളെ അനുസരിച്ച് ജീവിക്കാൻ എന്നെ കൊണ്ട് പറ്റത്തില്ല, അതുകൊണ്ടാണ് വിവാഹം കഴിക്കാത്തത്. വാസ്തവമായി ചിന്തിക്കണം, അത് ദൈവത്തിന്റെ വ്യവസ്ഥയോട് മറുത്തു മത്സരിക്കുന്നതാണ്. വിവാഹം കഴിക്കാതിരിക്കുക എന്ന് പറഞ്ഞാൽ ആകെ 2 ഓപ്ഷനേ ഉള്ളൂ. ഒന്നുകിൽ വിവാഹം കഴിച്ച് കുടുംബജീവിതം ചെയ്യണം, അല്ല ഇനി ഇവിടെയുള്ളവരാണെങ്കിൽ കർത്താവിനെ ശുശ്രൂഷയ്ക്ക് വരണം. അത് നല്ല കാര്യമാണ്, അവർക്ക് വിവാഹത്തിന്റെ ആവശ്യമില്ലല്ലോ. അപ്പോൾ ഞാൻ ഓർപ്പിച്ചത്, ഇന്നത്തെ കാലത്ത് മറ്റൊരാളെ അനുസരിക്കുന്നതാണ് ഏറ്റവും ബുദ്ധിമുട്ടുള്ള കാര്യം. അങ്ങനെയെങ്കിൽ ഇവിടെ അപ്പോസ്തലൻ ഓർപ്പിക്കുമ്പോൾ ഭാര്യ ഭർത്താവിനെ അനുസരിച്ച് കീഴ്പ്പെട്ടിരിക്കണം. എങ്ങനെയാണ് അനുസരിക്കേണ്ടത്? അതിനും 2 ദൃഷ്ടാന്തം അപ്പോസ്തലൻ ഓർപ്പിക്കുന്നു. ഒന്ന്, സഭ ക്രിസ്തുവിന് കീഴടങ്ങിയിരിക്കുന്നത് പോലെ. മറ്റൊന്ന്, നമ്മുടെ ശരീരം തലയ്ക്ക് കീഴടങ്ങിയിരിക്കും പോലെ ഭാര്യ ഭർത്താവിനെ അനുസരിക്കണം. ഇപ്പോൾ നമ്മുടെ തലയിൽ നിന്ന് ഒരവയവത്തിന് ഏത് ആജ്ഞ വന്നാലും, നിങ്ങൾ നടന്നു പോകുമ്പോൾ നിങ്ങളുടെ കാല് കല്ലിൽ തട്ടി, പെട്ടെന്ന് തലയിൽ നിന്ന് കണ്ണിനോട് പറയും, അതൊക്കെ സെക്കൻഡുകൾ കൊണ്ട് കഴിഞ്ഞിരിക്കും, കണ്ണിനോട് പറയും, കാല് തട്ടി ഒന്ന് നോക്കിയിട്ട്
ഉടനെ കാലത്ത് കണ്ണ് നോക്കും. കണ്ണ് നോക്കിയിട്ട് അതിന്റെ അവസ്ഥ എന്താണെന്ന് ഉടനെ തലയിലേക്ക് അറിയിക്കും. പെട്ടെന്ന് തലച്ചോറിന് അടുത്ത അജ്ഞ വിരലുകൾക്ക് കിട്ടും, ഒന്ന് പോയി തടവി കൊടുത്താട്ടെ. ഉടനെ കൈ പോയി കാലിനെ ഒന്ന് തടവും. അപ്പോൾ കാലിന് ആശ്വാസം, കൈക്കും ആശ്വാസം. ഇല്ല, കൈ പറയുകയാണ് കാലല്ലേ തട്ടിയത്, എനിക്കതൊന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ എന്ത് ചെയ്യും? കാലും വേദനിക്കും, കൈയും വേദനിക്കും. അവസാനം കുറെ കഴിയുമ്പോൾ ആ കൂടെ ബുദ്ധിമുട്ടായിത്തീരും. അതാണ് അപ്പോസ്തലൻ ഓർപ്പിക്കുന്നത്, ശരീരം തലയ്ക്ക് കീഴടങ്ങി ഇരിക്കും പോലെ. അതാണ് ഭാര്യാഭർത്തൃ ബന്ധത്തിൽ ഭാര്യമാരിൽ ഉണ്ടായിരിക്കേണ്ട അനുസരണം. വീണ്ടും തിരുവചനം ഓർപ്പിക്കുമ്പോൾ ഭാര്യയിൽ നിക്ഷിപ്തമായിരിക്കുന്ന മറ്റൊരു ഉത്തരവാദിത്വത്തെ അവിടെ ഓർപ്പിക്കുമ്പോൾ ഭാര്യ വീട്ടുകാര്യങ്ങൾ നോക്കണം. തീത്തോസിന്റെ ലേഖനം 2-ാം അധ്യായത്തിന്റെ 5-ാം വാക്യത്തിലും സദൃശവാക്യങ്ങൾ 31-ന്റെ 15-ാം വാക്യത്തിലും വായിക്കുമ്പോൾ ഭാര്യ വീട്ടുകാര്യങ്ങൾ നോക്കണം എന്ന് പറഞ്ഞാൽ വീട്ടിലൊരു വേലക്കാരിയുടെ കുറവുണ്ടായിരുന്നു, അതുകൊണ്ട് വിവാഹം കഴിച്ചു എന്നല്ല. പിന്നെന്തായിരിക്കും? വിവാഹം കഴിച്ച ഭർത്താവിന്റെ വീട്ടിലേക്ക് ചെല്ലുമ്പോൾ അവിടെ പല പ്രായത്തിലും വലിയ ആത്മീയ നിലവാരത്തിലുമുള്ള വ്യത്യസ്ത വ്യക്തികൾ ഉണ്ടായിരിക്കും. അത് പിതാവായിരിക്കാം, മാതാവായിരിക്കാം, സഹോദരങ്ങളായിരിക്കാം, ചിലപ്പോൾ വലിയപ്പച്ചനോ വലിയമ്മച്ചോ ഒക്കെ ആയിരിക്കും. അപ്പോൾ അവരെ കുറിച്ച് ഒരു ഉത്തരവാദിത്വ ബോധം, അവർക്ക് വേണ്ടി ഞാൻ എന്താ ചെയ്ത് കൊടുക്കണം, അവരുടെ ശാരീരികമായ ആത്മീയമായ ആ സംരക്ഷണത്തിന് ഞാൻ എന്താ ചെയ്ത് കൊടുക്കണം. ഞാൻ പലപ്പോഴും വിവാഹ ശുശ്രൂഷ വേദിയിൽ ഓർപ്പിക്കാറുണ്ട്, ക്രിസ്തീയ കുടുംബങ്ങളിൽ അമ്മാവി അപ്പനും അമ്മാവി അമ്മയും ഒരിക്കലും ഉണ്ടായിരിക്കരുത്, മരുമകനും മരുമകളും ഉണ്ടായിരിക്കരുത്. അപ്പൻ, അമ്മ, മകൻ, മകൾ, അത്ര മാത്രമേ ഉണ്ടായിരിക്കാവൂ. ഈ ബന്ധത്തിൽ ചില ഉത്തരവാദിത്വങ്ങളുണ്ട്. അതാണ് അപ്പോസ്തലൻ ഓർപ്പിക്കുന്നത്, വീട്ടുകാര്യങ്ങൾ നന്നായി നോക്കണം. ഇനി നമ്മൾ ചിന്തിച്ചാൽ രണ്ടുപേരെയും കൂടെ ഓർപ്പിക്കുന്ന ചില കാര്യങ്ങളുണ്ട്. അതിൽ പ്രധാനമായ 1 പത്രോസ് 3-ാം അധ്യായത്തിന്റെ 7-ാം വാക്യത്തിൽ വായിക്കുമ്പോൾ നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് മുടക്കം വരരുത്, പ്രാർത്ഥനയ്ക്ക് മുടക്കം വരരുത്. ഇവർ രണ്ടുപേരും പ്രാർത്ഥിക്കുന്നവരാകുന്നു എന്ന് ഞാൻ ചിന്തിക്കുകയാണ്. ഇന്ന് ദൈവം നിങ്ങളെ കൂട്ടിയോജിപ്പിച്ച് ഒരു കുടുംബമാക്കി തീർത്തിരിക്കുകയാണ്. എത്ര തിരക്ക് ജീവിതത്തിൽ ഉണ്ടായാലും രാവിലെയും വൈകിട്ടും കൃത്യമായ സമയം വേർതിരിച്ച് ഒരു കുടുംബ പ്രാർത്ഥന ഉണ്ടായിരിക്കണം. മാത്രമല്ല ജീവിതത്തിൽ ചില കഷ്ടങ്ങൾ ഉണ്ടാവും. അപ്പോസ്തലനായ വിശുദ്ധ പൗലോസ് ഓർപ്പിക്കുന്നത് ഇങ്ങനെയുള്ളവർക്ക് ജഡത്തിൽ കഷ്ടമുണ്ടാകും. അപ്പോൾ അത് നിങ്ങൾക്ക് വരരുത്. ഞങ്ങളുടെയും ആഗ്രഹം അങ്ങനെയാണ്, ബെറ്റ്സിയുടെയും ജീവിതത്തിൽ ഒരു കഷ്ടവും ഉണ്ടാകരുത്. പക്ഷേ കുടുംബജീവിതത്തിലേക്ക് പ്രവേശിച്ചവരൊക്കെ നാളുകൾ കഴിഞ്ഞവരോട് ചോദിച്ചാൽ അറിയാം എത്ര ശാരീരിക കഷ്ടം, എത്ര മാനസിക കഷ്ടം, എത്ര സാമ്പത്തിക ക്ലേശങ്ങൾ ഒക്കെ തരണം ചെയ്തിട്ടാണ് ഈ കുടുംബജീവിതം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ ജീവിതത്തിൽ എന്തെങ്കിലും കഷ്ടമുണ്ടായാൽ നിങ്ങൾ രണ്ടുപേരും കൂടെ ഒരുമിച്ച് ദൈവസന്നിധിയിൽ മുട്ടുമടക്കണം. മുട്ടുമടക്കി സ്വർഗത്തിലേക്ക് അപ്പോസ്തലൻ ഓർപ്പിക്കും പോലെ വിശുദ്ധ കൈകൾ സ്വർഗത്തിലേക്ക് ഉയർത്തിക്കൊണ്ട് ദൈവത്തോട് പറയണം, കർത്താവേ, നീയാണ് ഞങ്ങളെ കൂട്ടിയോജിപ്പിച്ചത്. ഞങ്ങളുടെ കുടുംബജീവിതം സുഗമമായി തീരുവാൻ പര്യാപ്തമായ ആലോചനകളും നന്മകളും അനുഗ്രഹങ്ങളും ഞങ്ങൾക്ക് നൽകി തരണം. പ്രാർത്ഥന ഉയരത്തിലേക്ക് ചെല്ലുമ്പോഴേ അനുഗ്രഹം താഴേക്ക് വരുവാനിടയായി തീരും. പ്രാർത്ഥിക്കുന്ന കുടുംബങ്ങൾ അനുഗ്രഹിക്കപ്പെട്ട കുടുംബങ്ങളായിരിക്കും. ഇന്ന് നമ്മുടെ ഈ മധ്യ തിരുവിതാംകൂറൊക്കെ ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞാൽ അതിൻ്റെ കാരണം നമുക്ക് മുന്നിൽ കടന്നുപോയ തലമുറകൾ അവർ പ്രാർത്ഥിക്കുന്നവരായിരുന്നു. പ്രാർത്ഥിക്കുന്ന കുടുംബങ്ങൾ അനുഗ്രഹിക്കപ്പെട്ടിരിക്കും. പ്രാർത്ഥനാ വീരന്മാരുള്ള സഭകൾ അത് അനുഗ്രഹിക്കപ്പെട്ടിരിക്കും. അടുത്തതായി അപ്പോസ്തലനായ വിശുദ്ധ പൗലോസ് എബ്രായ ലേഖനത്തിൽ ഓർപ്പിക്കുമ്പോൾ 13-ാം അധ്യായത്തിന്റെ 4 മുതലുള്ള വാക്യങ്ങൾ, വിവാഹം എല്ലാവർക്കും മാന്യവും കിടക്കാൻ നിർമ്മലവുമായിരിക്കട്ടെ, എന്നാൽ ദുർനടപ്പുകാരെയും വ്യഭിചാരികളെയും ദൈവം വിധിക്കും. നിങ്ങളുടെ നടപ്പ് ദ്രവ്യാഗ്രഹം ഇല്ലാത്തതായിരിക്കട്ടെ, ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെടുവേൻ. ഞാൻ നിന്നെ ഒരു നാളും കൈവിടുകയില്ല, ഉപേക്ഷിക്കുകയുമില്ല എന്ന് അവൻ തന്നെ അരുളി ചെയ്തിരിക്കുന്നു. സർവശക്തനായ ദൈവം അരുളി ചെയ്തിരിക്കുകയാണ്, ഞാൻ നിന്നെ കൈവിടുകയില്ല, ഉപേക്ഷിക്കില്ല. വാഗ്ദത്തം ചെയ്തവൻ വിശ്വസ്തനാണ്. ആ വാഗ്ദത്തം അനുഭവിക്കുവാൻ കഴിയണമെങ്കിൽ ആരംഭത്തിൽ ഞാൻ ഓർപ്പിച്ചതുപോലെ പത്നീവ്രതത്തെയും പതിവൃത്യത്തെയും സൂക്ഷിച്ചുകൊള്ളണം. നിങ്ങളുടെ നടപ്പ് ദ്രവ്യാഗ്രഹം ഇല്ലാത്തതായിരിക്കണം. എന്തുകൊണ്ട്? തിരുവചനം പറയുന്നു, ദ്രവ്യാഗ്രഹം സകലവിധ ദോഷത്തിനും
മൂല കാരണമാണ്. ഇന്ന് ഓരോ ദിവസവും പത്രം നമ്മൾ തുറന്നു നോക്കിയാൽ ദ്രവ്യാഗ്രഹം നിമിത്തമായി മനുഷ്യൻ ചെയ്തതായ എത്രയെത്ര തെറ്റുകളെ കുറിച്ച് ഓരോ ദിവസവും നമ്മൾ വായിക്കുവാനിടയായി തീരുകയാണ്. ദ്രവ്യാഗ്രഹമാണ് ഒരു മനുഷ്യനെ പാപത്തിന്റെ ആഴത്തിലേക്ക് വലിച്ചു കൊണ്ടുപോകുന്നത്. അതുകൊണ്ടാണ് അത് സകല ദോഷത്തിന്റെയും മൂലമെന്ന് തിരുവചനം ഓർപ്പിക്കുന്നത്. നിങ്ങളുടെ നടപ്പ് ദ്രവ്യാഗ്രഹം ഇല്ലാത്തതായിരിക്കണം. ദൈവം എന്ത് തന്നോ അതിൽ തൃപ്തരായിരിക്കണം. അപ്പോൾ ദൈവം വാഗ്ദത്തം ചെയ്യുകയാണ്, ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെടുവേ, ഞാൻ നിങ്ങളെ കൈവിടുകയില്ല, ഉപേക്ഷിക്കുകയുമില്ല, മുപ്പിരിച്ചവരുടെ വേഗത്തിൽ അറ്റുപോകുകയില്ല. ഇവരെ കൂട്ടിയോജിപ്പിച്ചത് സർവശക്തനായ ദൈവമാണ്. ഇവരുടെ ജീവിതയാത്ര ദൈവത്തോട് കൂടെയായിരിക്കുവാൻ, ദൈവഹിതത്തിന് ഒത്തവണ്ണമായിരിക്കുവാൻ, ഉള്ളതുകൊണ്ട് തൃപ്തരായിരിക്കുവാൻ, ദൈവിക വചനങ്ങൾക്ക് അനുസൃതമായിരിക്കുവാൻ ദൈവം സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളെ അവസാനിപ്പിക്കുന്നു. ദൈവമായ കർത്താവ് നമ്മെ അനുഗ്രഹിക്കട്ടെ. ഇപ്പോൾ ഒരു അനുഗ്രഹ സങ്കീർത്തനം വായിച്ചതിന് ശേഷമായി ഈ പ്രിയപ്പെട്ടവരെ പ്രാർത്ഥിച്ച് അനുഗ്രഹിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. നിങ്ങൾ രണ്ടുപേരും മുട്ടുകുത്തിയാണ്. സങ്കീർത്തനം. യഹോവയെ ഭയപ്പെട്ട് അവൻ്റെ വഴികൾ നടക്കുന്ന ഏവനും ഭാഗ്യവാൻ. നിന്റെ കൈകൊണ്ട് അധ്വാന ഫലം നീ തിന്നും, നീ ഭാഗ്യവാൻ, നിനക്ക് നന്മ വരും. നിന്റെ ഭാര്യ നിന്റെ വീട്ടിനകത്ത് ഫലപ്രദമായ മുന്തിരിവള്ളി പോലെയും നിന്റെ മക്കൾ നിന്റെ മേശയ്ക്ക് ചുറ്റും ഒലിവ് തൈകൾ പോലെയും ഇരിക്കും. യഹോവ ഭക്തനായ പുരുഷൻ ഇങ്ങനെ അനുഗ്രഹിക്കപ്പെട്ടവനാകും. യഹോവ സിയോനിൽ നിന്ന് നിന്നെ അനുഗ്രഹിക്കും. നിന്റെ ആയുഷ്കാലമൊക്കെയും നീ യെരൂശലേമിന്റെ നന്മയെ കാണും. നിന്റെ മക്കളുടെ മക്കളെയും നീ കാണും. ഇസ്രായേൽ മേൽ സമാധാനമുണ്ടാകട്ടെ. എഴുതപ്പെട്ടിരിക്കുന്ന വാഗ്ദത്ത വചനങ്ങളൊക്കെയും കർത്താവ് തന്നെ മക്കളുടെ ജീവിതത്തിൽ നിന്ന് വർദ്ധിച്ചു കൊടുക്കേണ്ടതിനായി നമുക്കെല്ലാവർക്കും ചേർന്ന് വീണ്ടും പ്രാർത്ഥിക്കാം. പരിശുദ്ധ പിതാവേ, നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ സ്തുതിക്കുന്നു. ആകാശത്തെയും ഭൂമിയും ഉണ്ടാക്കിയ യഹോവ സിയോനിൽ നിന്ന് അനുഗ്രഹിക്കട്ടെ എന്ന വാഗ്ദത്ത വചനത്തിൽ ആശ്രയിച്ചുകൊണ്ട് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ഞങ്ങൾ നിന്റെ മകനെ അനുഗ്രഹിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ പൂർവ്വപിതാക്കന്മാരായ അബ്രഹാമിൻ്റെ, ഇസ്ഹാക്കിൻ്റെ, യാക്കോബിൻ്റെ ദൈവം പ്രിയ സഹോദരൻ ഫെസിൻ്റെയും ദൈവമായിരിക്കാൻ സ്തുതിക്കുന്നു. ഒരു ഉത്തമ കുടുംബജീവിതം ചെയ്യുവാൻ പര്യാപ്തമായിരിക്കുന്ന ഭൗതിക നന്മകൾ, ആത്മീയ നന്മകൾ, സ്വർഗീയമായിരിക്കുന്ന ജ്ഞാനം, ദൈവികമായ ആലോചനകളെല്ലാം കൊടുത്ത് നിന്റെ മകനെ സഹായിച്ച് അനുഗ്രഹിച്ചാട്ടെ. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ. സ്തോത്രം, സ്തോത്രം. ഹല്ലേലൂയാ. എല്ലാ അനുഗ്രഹത്തിൻ്റെ ഉറവിടമായിരിക്കുന്ന ഞങ്ങളുടെ സ്നേഹമേറിയ സ്വർഗീയ പിതാവേ, സ്തോത്രം. ബെറ്റ്സിക്കായി പ്രാർത്ഥിക്കുന്നു. കഴിഞ്ഞ നാളുകളെല്ലാം സ്നേഹിച്ച് പരിപാലിച്ച് നടത്തിയ ദൈവം ഇന്ന് വിശുദ്ധ വിവാഹ ശുശ്രൂഷയാൽ ഫെസിനെ തക്ക തുണയായി കർത്താവേ സ്തോത്രം കൂട്ടിച്ചേർത്തതിനാൽ വാഴ്ത്തുന്നു. കർത്താവേ സ്തോത്രം. കർത്താവേ, കുടുംബത്തെ അനുഗ്രഹിക്കേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ മകൾക്ക് വിശേഷിക്കപ്പെട്ടതായ കൃപയും ജ്ഞാനവും നൽകണമേ. കുടുംബജീവിതം നന്നായി നിർവഹിക്കുവാൻ വേണ്ടതായ അഭിഷേകവും ബലവും ദൈവം നൽകേണ്ടതിനായി പ്രാർത്ഥിക്കുന്ന കർത്താവേ, ആകാശവും ഭൂമിയും ഉണ്ടാക്കിയ യഹോവ സിയോനിൽ അനുഗ്രഹിക്കുന്ന വചനം പോലെ ദൈവം അനുഗ്രഹിക്കേണ്ടതിനായി പ്രാർത്ഥിക്കുന്ന കർത്താവേ, ഞങ്ങളുടെ പൂർവ്വമാതാക്കളെ അനുഗ്രഹിച്ചവനായ ദൈവം, സാറായുടെ ദൈവം, റിബേക്കയുടെ ദൈവം, ലേയുടെയും റാഹേലിൻ്റെ ദൈവം, ബെത്സിയുടെ ദൈവമായിരുന്ന എല്ലാ അനുഗ്രഹങ്ങളാലും നിറയ്ക്കണമേ. ഭൗമിക നന്മകൾ നൽകണമേ. ശാരീരിക സുഖം ബലം നൽകണമേ. ആത്മീയ അനുഗ്രഹങ്ങൾ നൽകണമേ. ധാരാളം കൃപ നൽകണമേ. കർത്താവേ, നിന്റെ നാമത്തിൽ അനുഗ്രഹിക്കുന്നു. യേശുവിന്റെ നാമം. സ്വർഗീയ പിതാവേ, നല്ല സമയത്തിനായി ഞങ്ങൾ എന്നെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, പ്രിയ കുഞ്ഞുങ്ങളുടെ വിവാഹ സംബന്ധമായി ഇന്ന് പകൽക്കാലം ഞങ്ങൾക്ക് ഒരുമിച്ച് ഇവിടെ കൂടുവാൻ തൊക്കണം കർത്താവ് സഹായിച്ച കൃപയ്ക്കായി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. അവരുടെ ജീവിതത്തിൽ ചെയ്ത എല്ലാ നന്മകൾക്കും ഉപകാരങ്ങൾക്കുമായി ഞങ്ങൾ എന്നെ സ്തുതിക്കുന്നു. അവരുടെ ജനനം മുതൽ ഇതുവരെ നീ അവരോട് കൂടി ഇരുന്നല്ലോ. കർത്താവ് ആവശ്യമാകുന്ന അനുഗ്രഹങ്ങൾ കൊടുത്ത് നടത്തിയതിനായി സ്തോത്രം ചെയ്യുന്നു. എല്ലാവരിലും ഉപരിയായി കർത്താവിൻ്റെ വചനങ്ങൾ പഠിച്ച് പ്രാപിക്കുവാനും കർത്താവിൻ്റെ കൽപ്പനകളെ അനുസരിച്ച് ജീവിപ്പാൻ തൊക്കവണ്ണവർക്ക് കൊടുത്ത ഭാഗ്യത്തിനായി ഞങ്ങൾ എന്നെ സ്തുതിക്കുന്നു. കർത്താവേ, ഇന്ന് പകൽക്കാലം ഒരു കുടുംബമായി തീരുവാൻ തൊക്കവണ്ണം സഹായിച്ചല്ലോ. അവർ ചെയ്ത ഉടമ്പടി വാചകങ്ങൾക്കൊത്തവണ്ണം അവസാനം വരെ അവർ വിശ്വസ്തരായി കാണപ്പെടുവാൻ തൊക്കവണ്ണം സഹായിക്കണമേ. അന്യോന്യം കടപ്പെട്ട പ്രവൃത്തികളെ ചെയ്യുവാൻ തൊക്കവണ്ണവരെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, സ്തോത്രം. സ്നേഹിച്ചും ബഹുമാനിച്ചും താഴ്മയോടും കീഴടങ്ങിയും ജീവിപ്പാൻ തൊക്കവണ്ണം നീ അവർക്ക് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ആത്മീയമായി
ഭൂമിയും എല്ലാ അനുഗ്രഹങ്ങളാൽ നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. യഹോവയെ ഭയപ്പെട്ടുകൊണ്ട് കർത്താവിൻ്റെ വഴികളിൽ നടപ്പാൻ തക്കവണ്ണവർക്ക് സഹായിക്കണമേ. നീ സിയോനിൽ നീ അവരെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, പൂർവ്വപിതാക്കളെ പൂർവ്വമാതാക്കളെ അനുഗ്രഹിച്ചവനായ കർത്താവ്, ഇന്ന് പകൽക്കാലം നിൻ്റെ കുഞ്ഞുങ്ങളെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അവർ ഇരു കുടുംബങ്ങൾക്കും അനുഗ്രഹമായി തീരട്ടെ കർത്താവെ. ദൈവസഭയ്ക്ക് അനുഗ്രഹമായി തീരട്ടെ. അവരകത്ത് വരുമ്പോഴും പുറത്തു പോകുമ്പോഴും എല്ലാം അനുഗ്രഹിക്കപ്പെട്ടവരായി തീരുവാൻ തക്കവണ്ണം ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ സ്തോത്രം. ഇന്ന് പകൽക്കാലം കേട്ട വചനങ്ങൾക്ക് ഒത്തവണ്ണം ജീവിപ്പാൻ തക്കവണ്ണം എല്ലാവർക്കും സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇവിടെ കൂടപ്പെട്ട ആരും നഷ്ടമായി തീരാതെ വണ്ണം ഞങ്ങളുടെ കർത്താവ് മണവാളിനായി വരുമ്പോൾ മണവാട്ടിയായി കാണപ്പെടുവാൻ തക്കവണ്ണം എല്ലാവരെയും ഒരുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ശുശ്രൂഷകളെല്ലാം കർത്താവ് അനുഗ്രഹമാക്കി തീർത്തതിനായ സ്തോത്രം. കർത്താവ് വിശുദ്ധന്മാരെ കർത്താവ് ബലപ്പെടുത്തുകയും ശക്തീകരിക്കുകയും ചെയ്തതിനായി ഞങ്ങൾ എന്നെ സ്തുതിക്കുന്നു. കർത്താവെ സ്തോത്രം. എന്നെ എടുക്കുന്ന ബിരുദശാലയെയും കർത്താവ് അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, പോക്കിലെ വരവിലെല്ലാം ദൈവത്തിൻ്റെ സാന്നിധ്യം ഉണ്ടായിരിക്കും. അടിയങ്ങളെല്ലാം നിന്റെ വരവിനായിട്ട് ഒരുക്കും. തൃക്കരങ്ങളോട് താഴ്ത്തി തരുന്നു യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ. സ്തോത്രം, 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 സ്തോത്രം. പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും നമ്മുടെ കർത്താവിൻ്റെ രക്ഷിതാവായ യേശു ക്രിസ്തുവിൻ്റെ കൃപയും ആശ്വസിപ്പിക്കുന്ന പരിശുദ്ധാത്മാവിൻ്റെ കൂട്ടായ്മയും സകല വിശുദ്ധന്മാരോടും നമ്മോടും വിശേഷാൽ ദാമ്പത്യ ജീവിതത്തിലേക്ക് പ്രവേശിച്ചിരിക്കുന്ന നവദമ്പതികളോടും കൂടെ കർത്താവിൻ്റെ വീണ്ടും വരെയും ഇരിക്കുമാറാകട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇപ്പോൾ വധൂവരന്മാരും ഇരു സഭകളിൽ നിന്ന് ഓരോ സാക്ഷികളും എന്ന വിവാഹ രജിസ്റ്ററിൽ ഒപ്പുവയ്ക്കേണ്ടത്. നിങ്ങൾക്ക് രണ്ടുപേർക്ക് വേണ്ടി കസേരയിൽ സത്യവചനത്തെ ഋതു വിശ്വസിച്ചുകൊണ്ടിത്തരയിൽ ശുദ്ധാത്മാവിൽ ശുദ്ധതയിൽ മേവിടാൻ സത്യമായി നിന്നെ എന്നും ചിത്തെ അണിഞ്ഞിടുവാൻ കർത്തനെ വധുവരർക്കായി പ്രാർത്ഥിച്ചിടുന്നേ. വാനം തുറന്നീ നേരം തന്നിൽ കാനാവിൽ കല്യാണത്തിൻ നാളിൽ ആശിഷമരുളി എന്നേശു ഗുരുനാഥനെ ഇന്നീ നവദമ്പതികൾ ആശിഷമേന്മാർ സ്വപത്നിമാരും ദൈവ ഭക്തിയായി പാർത്തലത്തിൽ ജീവിച്ചു സാക്ഷ്യമാവ പ്രാപിച്ചു. അതുപോലെ ദമ്പതികളൊത്തു നിത്യം വാഴുവാൻ ഈശ്വരനെ വേളയിൽ ആശീർവദിക്കാം. തുറന്നീ നേരം തന്നെ കാനാവിൽ കല്യാണത്തിനാൾ ആശിഷമരുളിയ വാനം തുറന്നീ നേരം തന്നിൽ കാനാവിൽ കല്യാണത്തിൻ നാളിൽ ആശിഷമരുളിയ എന്നേശു ഗുരുനാഥനെ ഇന്നീ നവദമ്പതികൾ ആശിഷമേകാം. മംഗളം മംഗളം താതസുതാത്മാവിനെന്നുമേ മംഗളം മംഗളം പുതു ദമ്പതികൾക്കെന്നുമേ മംഗളം മംഗളം കാണികൾ സഭയോർക്കുമേ തുങ്കമോട് മോട് ഞങ്ങൾ അർപ്പിച്ചിടുന്നേ. വാനം തുറന്നീ നേരം തന്നെ കാനാവിൽ കല്യാണത്തിൻ നാളിൽ ആശിഷമരുളിയ എന്നേശു ഗുരുനാഥനെ ഇന്നീ നവദമ്പതികൾ ആശിഷമേകാം.
സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ഇപ്പോൾ വധുവരന്മാർക്ക് ആശംസകൾ അർപ്പിക്കുവാനുള്ള അവസരമാണ്. നിങ്ങൾ രണ്ടുപേരും എഴുന്നേറ്റ് നിന്നാട്ടെ. വിശ്വാസത്തിൻ പരിശോധനയിൽ വീണിടാതെ കർത്തൻ സൂക്ഷിച്ചിടും. വിശ്വാസത്തിൻ പരിശോധനയിൽ വീണിടാതെ കർത്തൻ സൂക്ഷിച്ചിടും. അരുളിടും വാഗ്ദത്തം നിവർത്തിച്ചിടാൻ ദൈവം താൻ ശക്തനെന്നറിഞ്ഞിടുന്നു. അരുളിടും വാഗ്ദത്തം നിവർത്തിച്ചിടാൻ ദൈവം താൻ ശക്തനെന്നറിഞ്ഞിടുന്നു. സുസ്ഥിരമാ നിൻ ദിവ്യമൊഴികൾ അകതാരിൽ ആനന്ദമേകിടുന്നേ. വിരുന്ന് സൽക്കാരം മുളവന പവിത്രം ഓഡിറ്റോറിയത്തിൽ വെച്ചാണ്. എല്ലാവരും അവിടേക്കും വരിക. ഓഡിറ്റോറിയത്തിൽ പോകുവാൻ താല്പര്യമുള്ളവർക്ക് ഇവിടെ വാഹനം ക്രമീകരിച്ചിട്ടുണ്ട്. ആ സൗകര്യം ഉപയോഗിക്കാവുന്നതാണ്. മരണത്തെ ജയിച്ച
ലക്ഷലക്ഷം ദൂതന്മാർ അണിയണിയായി നിരന്നിടുന്നേ. ദൂതന്മാർ അണിയണിയായി നിരന്നിടുന്നേ. കുഞ്ഞാട്ടിൻ കല്യാണനാളിൻ ആരവാരം കേൾക്കുന്നില്ലേ. കുഞ്ഞാട്ടിൻ കല്യാണനാളിൻ ആരവാരം കേൾക്കുന്നില്ലേ. വേഗം നാം കണ്ടിടും പൂർണ്ണശോഭയുടെ പ്രിയനേ. വേഗം നാം കണ്ടിടും പൂർണ്ണശോഭയുടെ പ്രിയനേ. ആനന്ദം ആ ക്ഷണത്തിൽ അവനോട് സദൃശരാകും. ആനന്ദം ആ ക്ഷണത്തിൽ അവനോട് സദൃശരാകും. ദൂതസൈന്യം അകമ്പടിയായി കർത്തനേശു താൻ വെളിപ്പെടുമേ. ദൂതസൈന്യം അകമ്പടിയായി കർത്തനേശു താൻ വെളിപ്പെടുമേ. പെട്ടെന്ന് നാം പറന്നുയർന്ന് പ്രിയനോട് ചേർന്നിടുമേ. പെട്ടെന്ന് നാം പറന്നുയർന്ന് പ്രിയനോട് ചേർന്നിടുമേ. വേഗം നാം കണ്ടിടും പൂർണ്ണശോഭയുടെ പ്രിയനേ. വേഗം നാം സദൃശരാകും.